ഓക്കെ. എല്ലാവർക്കും കൂടി ഹായ് രീഷ്മ, ഹരിത, പാലേരി ബ്ലോഗ്സിന്റെ നെയിം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. അപ്പോൾ നമ്മൾ ഫിഷറീസ് അസിസ്റ്റന്റിന്റെ ഫസ്റ്റ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇതിൽ നമ്മൾ മോഡ്യൂൾ 1 നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് പോർഷൻസിൽ മോഡ്യൂൾ 1 ഒരു ഏരിയ ഉണ്ട്. കുറേ അധികം കാര്യങ്ങൾ മോഡ്യൂൾ 1 നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കഴിഞ്ഞ ടേമിലെ എക്സാംസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ മോഡ്യൂൾസിൽ നിന്നും ക്വസ്റ്റ്യൻസ് എല്ലാ മോഡ്യൂൾസ് ക്വസ്റ്റ്യൻസ് 2, 3 ഒക്കെ 2, 3 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ അതായത് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് അക്വാകൾച്ചർ സിസ്റ്റംസ് 14 മാർക്കിനാണ് അതിലെ പോർഷൻസ്. 14 മാർക്കിനാണ് അവിടെ നമ്മളോട് അവർ ചോദിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയൊരു മോഡ്യൂൾ തന്നെ ടോട്ടൽ 14 മാർക്കിന് നമ്മളോട് അവിടെ ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ടോട്ടൽ 14 മാർക്കിനാണ് നമ്മളോട് ചോദിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളിൽ നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഒരു പോർഷൻസ് എടുക്കാം. ഫിഷസിന്റെ മോർഫോളജി, ടീലിയോസ്റ്റ് ഫിഷിന്റെ മോർഫോളജിയും ഇലോസ്മോബ്രാങ്ക് ഫിഷിന്റെയും പിന്നീട് ഷിമ്പിന്റെയും ഒക്കെ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു വരുന്ന കാര്യത്തിൽ ലെജിസ്ലേഷനിൽ നമുക്ക് പഠിക്കാനായിട്ട് അവർ പറയുന്നുണ്ട് CRZ. ഓക്കെ. ആർ സെഡ്. ഓക്കെ. CRS Z. CRZ അതുപോലെ തന്നെ CAA എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. AA രണ്ടും സെയിം. ലെജിസ്ലേഷൻ, CRZ, CAA എന്ന് പറയുന്ന കാര്യം. CRZ പഠിക്കുമ്പോൾ CRZനെ കുറിച്ച് CAA കുറിച്ച് നമ്മൾ അവിടെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ താഴെ നമ്മുടെ സിലബസിലെ 10th മോഡ്യൂളിലേക്ക് വരണം. അതായത് നമ്മുടെ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യനിലെ 100ാമത്തെ ചോദ്യം ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ എന്നാണ്. അവിടെ നമുക്ക് EEZ എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കാനുണ്ട്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. ഓക്കെ. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ. ഇത് കോസ്റ്റൽ റെഗുലേഷൻ സോൺസും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സപ്പ് ആയി കിടക്കുന്ന ഒരു കാര്യമാണ്. അതറിയാമെങ്കിൽ ഇതറിയാം, ഇതറിയാമെങ്കിൽ അതറിയാം എന്നുള്ളൊരു ലെവലിലല്ല. ഈ CRZ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ EZനെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ നമ്മൾ EZനെ കാണുന്നുണ്ട്. ആ EZ തന്നെയാണ് 10th മോഡ്യൂളിൽ ഫിഷിംഗ് എയ്ഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കാര്യങ്ങളിൽ വരുമ്പോൾ അവിടെ EZ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിലോട്ടാണ് കടക്കുന്നത്. ഓക്കെ. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്ക് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് കമന്റ് സെക്ഷനിലൂടെ പറയുക. ഓക്കെ. അറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് കമന്റ് സെക്ഷനിലൂടെ പറയുക. അപ്പം നമ്മൾ ഫിഷറീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഫിഷറീസ് അസിസ്റ്റന്റിന്റെ എക്സാമാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. ഈ ഫിഷറീസ് അസിസ്റ്റന്റ് അല്ല, നമ്മൾ ഇതിനു മുമ്പ് എഴുതിയ ഫിഷറീസ് ഓഫീസർ, അതുപോലെ തന്നെ ഫിഷറീസ് ഇൻവെസ്റ്റിഗേറ്റർ, അങ്ങനെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് എക്സാം ആയി കഴിഞ്ഞാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് CRZ എന്ന് പറയുന്ന CRS. കാരണം CRZ എന്നറിയപ്പെടുന്ന CRZ 2019 എന്ന് പറയുന്ന കാര്യം. കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറയുന്ന
2019 ഇപ്പ 2019 അത് വരുന്നത്. അതിന്റെ ചരിത്രം നമുക്ക് പറയാം. ചരിത്രം പറയാം. ഇപ്പൊ നമ്മൾ നിലവില് യൂസ് ചെയ്യുന്നത് 2019 GRZ ആണ്. കോസ്റ്റൽ റെഗുലേഷൻ സോണാണ് നമ്മള് ഫോളോ ചെയ്യുന്നത്. അപ്പം മിനിമം ഒരു 2 മാർക്കും, മിനിമം ഒരു 2 മാർക്കും, മിനിമം ഒരു 2 മാർക്കും, മാക്സിമം മാക്സിമം ഒരു 3 മാർക്കൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്നും, ഈ ഒരു 2 ഏരിയയിൽ നിന്നും കൂടെ ചോദിക്കാം. അതായത് ഈ 3 ഏരിയയിൽ നിന്നൂടെ RZ, EZ ആൻഡ് CA എന്ന് പറയുന്ന കാര്യം. ഈ 3 ഏരിയയിൽ നിന്നും കൂടി നമ്മളോട് ചോദിക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ CRZ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് 1, 2 കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവോന്ന് നോക്കണമല്ലോ. CRZ പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾക്കിതിൽ അറിയാവുന്നുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ഫാക്ട്സുകള് CRZനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കോമൺ ഫാക്ട്സുകളുണ്ട് ഇതില്. നിങ്ങളല്ല, ഫിഷറീസ് അസിസ്റ്റന്റ് പഠിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഫിഷറീസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന എല്ലാവരും നമ്മുടെ കേരള സിലബസിൽ കേരള PSCക്ക് വേണ്ടി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതർ PSCs ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റിലായിക്കോട്ടെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഏരിയാസ് ഇവിടെ ഉണ്ട് CRZനെ കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കണം. ഇതിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളിലേക്കാണ് നമുക്ക് ഇതിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ ഒരു ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. കോസ്റ്റൽ സോൺ റെഗുലേഷൻ എന്ന് പറയുന്നത്, കോസ്റ്റൽ സോൺ റെഗുലേഷൻസ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞ തീരദേശ നിയന്ത്രണ മേഖല, തീരദേശ നിയന്ത്രണ മേഖല അല്ലെങ്കിൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറയുന്നത്. ഓക്കെ. CRZ എന്നറിയപ്പെടുന്നു. ഓക്കെ. അപ്പം അതായത് ഈ CRZ എന്ന് പറയുന്ന കോസ്റ്റൽ സോൺ റെഗുലേഷൻസ് അല്ലെങ്കിൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺസ്, CRZ എന്ന് പറയുന്നത് ഇത് വരുന്നത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് നടപ്പിലാക്കപ്പെടുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് നിലവിൽ വരുന്നത്. ഓക്കെ. ഫസ്റ്റ് ഇൻ ദ ഇയർ 1991. Okay, 1991, which was later on changed in 2011, further changed into 2018, and what we follows now 2019. Okay, അപ്പം ആദ്യമായിട്ട് ഈ തീരദേശ നിയന്ത്രണ റെഗുലേഷൻ അല്ലെങ്കിൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് അതിന്റെ ചട്ടങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നത് 2009 ഇതിന്റെ ഒരു വിനിമയം നമ്മളിലേക്ക് എത്തുന്നത്. 2009 ശേഷം, സോറി, 1991 ഫസ്റ്റ് അതിന്റെ റെഗുലേഷൻസ് ഒക്കെ വരുന്നു. 1991 ഇതിന്റെ ഇത് വരുന്നത്. പിന്നെ ഇത് ചേഞ്ച് ആക്കുന്നു. ഇതിന്റെ റെഗുലേഷൻസ്, നിയമങ്ങളും ഒക്കെ ചേഞ്ച് ആക്കുന്നത് 2011 പിന്നെ 2011 ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം ഞാൻ. ഓക്കെ. 2011 ഫർദർ ചേഞ്ച് ഇൻടു 2018. 2018 ചേഞ്ച് ആക്കുന്നു. ദെൻ 2018 കഴിഞ്ഞിട്ട് വീണ്ടും ഫർദർ ചേഞ്ച് ഇൻടു 2019. ഈ 2019 നിയമങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്തത്. ഓക്കെ, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഓക്കെ. അപ്പം അപ്പം CRZ അതിന്റെ ശരിയായിട്ടുള്ള വിജ്ഞാപനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീരദേശ നിയന്ത്രണ മേഖല വിജ്ഞാപനം എന്ന് പറയുന്ന കരട് രേഖ അല്ലെങ്കിൽ യഥാർത്ഥ രേഖ യഥാർത്ഥത്തിൽ നിലവിൽ വരുന്നത് 2011. 2011 ജനുവരി മാസം 2011
ജനുവരി 6 ജനുവരി 6 തീയതിയാണ് ആരാണ് ഇത് പാസ്സാക്കുന്നത്? ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. ഓക്കെ. അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് 2011 ഈ ZRZ എന്ന് പറയുന്ന തീരദേശ നിയന്ത്രണ മേഖല വിജ്ഞാപനം ശരിയായ രീതിയിൽ കൊണ്ടുവരുന്നത്. ജനുവരി 6 ആണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് 2011 ജനുവരി 6 ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കും. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അവിടെന്ന് എവിടെന്ന് വേണോ ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിതിന്റെ ബേസിക് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധിച്ച് കേട്ട് ഷോർട്ട് നോട്ട്സ് എഴുതിയെടുക്കുക. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പം എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കഴിഞ്ഞ 1, 2 വർഷത്തിന് മുമ്പൊക്കെ എറണാകുളത്തെ ചില ഫ്ലാറ്റുകളൊക്കെ പൊളിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഇതുമായിട്ട് ഈ കോസ്റ്റൽ സോൺ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അല്ലേ? പല ഫിലിം സ്റ്റാർസിന്റെയൊക്കെ ഫ്ലാറ്റുകളൊക്കെ അതിന്റെ കൂട്ടത്ത് പോയതൊക്കെ നിങ്ങൾ വാർത്തയിൽ വായിക്കുകയും ടിവിയിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് തീരപ്രദേശത്ത് ജീവിക്കുന്ന കോസ്റ്റ് ലൈനിൽ ജീവിക്കുന്ന ഓക്കെ. തീരപ്രദേശത്ത് ജീവിക്കുന്ന മത്സ്യമേഖലയിൽ ഉൾപ്പെടുന്ന അതുപോലെ അതിനോടനുബന്ധിച്ച് താമസിക്കുന്ന തദ്ദേശവാസികളുടെയും ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കോസ്റ്റ് ലൈൻ ഏരിയയെ സമുദ്ര തീരത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. സമുദ്രതീരത്തിന്റെയും സമുദ്രത്തിന്റെയും പരിസ്ഥിതി എൻവയോൺമെന്റൽ കണ്ടീഷൻ ഓഫ് ദി സീ ആൻഡ് കോസ്റ്റ് ലൈൻ ഏരിയാസ് അതിനെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ZRZ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? എല്ലാവർക്കും ഓഡിബിൾ ആണോ? അക്ഷയ് ഈ ഹരിത ഓഡിബിൾ ആണെന്ന് കരുതുന്നു. അക്ഷയ് ഓക്കെ അല്ലേ? ആണെന്ന് കരുതുന്നു. ഓക്കെ. ഓക്കെ അല്ലേ? അക്ഷയ് ബാബ്സ് അല്ലെങ്കിൽ പാലേരി ബ്ലോഗ്സ് ഹരിത ആരെങ്കിലും ഒരു കമന്റ്സ് തരുക. ഓഡിബിൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ആരെങ്കിലും റിപ്ലൈ തരാമോ? ആരെങ്കിലും ഒരു റിപ്ലൈ തരാമോ? റെഡി? ഓക്കെ. 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 വെരി ഇനി നമ്മള് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചു. അപ്പൊ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് 1990 നിലവിൽ വരികയും 2011 അതിന്റെ ചട്ടങ്ങൾ എല്ലാം നിയന്ത്രണ വിധേയമായിട്ട് പാസ്സാക്കപ്പെടുകയും ജനുവരി 6 അത് പബ്ലിഷ് ചെയ്യുകയും മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അത് പബ്ലിഷ് ചെയ്യുകയും പിന്നെ 2018 അത് മാറ്റി എഴുതപ്പെടുകയും 2019 വീണ്ടും അത് പുനഃക്രമീകരിക്കുകയും ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോസ്റ്റൽ റെഗുലേഷൻ സോൺസിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അതെന്താണെന്നുള്ള കാര്യം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 2011 ഈ 2011 CRZ പ്രകാരം അല്ലെങ്കിൽ തീരദേശ നിയന്ത്രണ മേഖല വിജ്ഞാപന പ്രകാരം സമുദ്ര തീരത്തിൽ നിന്നും കണ്ടേ സമുദ്ര തീരത്ത് നിന്നും അതായത് നമ്മുടെ ഷോർ ലൈൻ ഏരിയ
അല്ലേ? ഷോർ ലൈൻ എന്നൊക്കെ പറയും. സമുദ്ര തീരം എന്ന് പറയുന്നത്. അല്ലേ? സമുദ്രത്തിന്റെ തീരം എന്ന് പറയും. അപ്പൊ ആ ഷോർ ലൈൻ ഏരിയയിൽ നിന്നും നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ. ഓക്കെ. ആ ഷോർ ലൈൻ ഏരിയയിൽ നിന്ന് അപ് ടു 500 മീറ്റേഴ്സ്, അതായത് സമുദ്ര തീരത്തിൽ നിന്നും, ഇതിപ്പോ സമുദ്ര തീരമാണെങ്കില്, ഇത് തീരമാണെങ്കില് ഇവിടെ നിന്ന് ദിസ് ഈസ് ദ ഷോർ ലൈൻ ഏരിയ. ഇതാണ് ഷോർ ലൈൻ ഏരിയ എന്ന് പറയുന്നത്. ഈ ഷോർ ലൈൻ ഏരിയയിൽ നിന്നും 500 മീറ്റേഴ്സ്, 500 മീറ്റർ, 500 മീറ്റർ. ഓക്കെ. 500 മീറ്റേഴ്സ് ഈ ഏരിയ, ഇത്രയും ഈ ഏരിയ, ഈ 500 മീറ്റർ ഏരിയ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. 500 മീറ്റർ ദൂരത്തുള്ള ഈ ഭാഗത്തോട്ട് ഇവിടെ എന്ന് പറയുന്നത് സീ ആണ്, സീ ആണ്, കടലാണ്. ഓക്കെ. കടലാണ്, കടലിന്റെ സീ ആണ്, സീ ആണ്. ഇതാണ് കോസ്റ്റ് ലൈൻ ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഷോർ ലൈൻ എന്ന് പറയുന്നത്. ഷോർ ലൈൻ ഏരിയ നമ്മുടെ തിരയടിക്കുന്ന, തിര വന്നടിക്കുന്ന, അതിപ്പോ ഹൈ ടൈഡ് ആയിക്കോട്ടെ, ലോ ടൈഡ് ആയിക്കോട്ടെ, അതൊന്ന് അടിക്കുന്ന ഏരിയ അങ്ങോട്ട് വിശദമായിട്ട് പഠിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് 500 മീറ്റർ വരെയുള്ള ഈ ഏരിയ, ഈ 500 മീറ്റർ വരെയുള്ള ഈ ഏരിയ, അല്ലെങ്കിൽ ഈ 500 മീറ്റർ ദൂരത്തുള്ള ടെറസ്ട്രിയൽ ഏരിയയാണ് കരഭാഗത്തെ 500 മീറ്റർ നീളമുള്ള ആ ടെറസ്ട്രിയൽ ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് ദ CRZ എന്ന് വിളിക്കുന്നു. CRZ, കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറയുന്നത്. ആ 500 മീറ്റർ ഏരിയയിൽ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ ഡിവിഷൻസ് ആണുള്ളത്? എന്തൊക്കെ ലോസ് ആണുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു 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 മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. 91 വരുന്നു. 2011 പൂർണ്ണമായിട്ടും അതിന്റെ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. അത് പാസ്സാക്കപ്പെടുന്നു മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ജനുവരി 6-ന്. ഓക്കെ. അപ്പൊ ആ ജനുവരി 6-ന് പറയുന്നത്, അല്ല, 2011 ജനുവരി 6-ലെ ഗസറ്റ് വിജ്ഞാപന പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് എന്താണ്, വേലിയേറ്റ രേഖ മുതല് കടൽ ദിശയിലേക്ക് ഏകദേശം, അതായത് ഹൈ ടൈഡ്, ഇവിടുന്ന് തിര അടിച്ചു കയറുമ്പോൾ, ഇപ്പം ഒരു ലോ ടൈഡ് ആണെങ്കിൽ ചിലപ്പോൾ തിര ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്, ലോ ടൈഡ് ആണെങ്കിൽ. ഹൈ ടൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് വേലിയേറ്റം വരുമ്പോഴത്തേക്ക് ഇതുവരെ എത്തും. ഇവിടെ നിന്ന് ഈ ലോ ടൈഡിൽ നിന്നും, ഇതൊരു ലോ ടൈഡ് ആണെന്ന് വിചാരിച്ചോളൂ, വേലി ഇറക്കുമെന്ന് വിചാരിച്ചോളൂ, ഇവിടെയുള്ള ഹൈ ടൈഡിലേക്ക് ഇവിടം വരെ എത്തും. ഓക്കെ. ഇവിടെ നിന്ന് 500 മീറ്റർ, അതാണ് വേലിയേറ്റം. ഓക്കെ. ഒരു ഹൈ ടൈഡ് ലൈനിൽ നിന്ന്, അല്ലെങ്കിൽ വേലിയേറ്റ രേഖ മുതൽ, ഒരു ഹൈ ടൈഡ് ഫ്രം ദി ഹൈ ടൈഡ് ഏരിയ. ഓക്കെ. ഓക്കെ. ഒരു വേലിയേറ്റ രേഖ മുതൽ കരയുടെ ദിശയിലേക്ക് 500 മീറ്റർ വരെയുള്ള ആ കരഭാഗത്തെ ടെറസ്ട്രിയൽ ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എന്ത് പ്രദേശം എന്ന് വിളിക്കുന്നത്? CRZ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ബാക്കി അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ CRZ എന്നുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ. അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ തീരപ്രദേശത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, തീരദേശ ഇക്കോസിസ്റ്റത്തെ, അല്ലെങ്കിൽ കോസ്റ്റ് ലൈൻ ഇക്കോസിസ്റ്റത്തെ, തീരദേശ ആവാസ വ്യവസ്ഥകളെ എന്ത് ചെയ്യുക? കൺസർവ് ചെയ്യുക, സംരക്ഷിക്കുക. ഒരു 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 സസ്റ്റൈനബിൾ ആയിട്ടുള്ള സുസ്ഥിര വികസനം, ടു കീപ്പ് അപ്പ് ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഒരു സുസ്ഥിരമായിട്ടുള്ള വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ CRZ എന്ന് പറയുന്ന 2011 ജനുവരി 6-ന് വന്ന തത്വങ്ങൾ എന്ന് പറയുന്നത്. അത് 2018 റീറൈറ്റ് ചെയ്യപ്പെട്ടു, 2019 അമെൻഡ്മെന്റ് ചെയ്യപ്പെട്ടു. ആ 2019, അതായത് 2018 നിയമങ്ങൾ അമെൻഡ്മെന്റ് ചെയ്ത് 2019 വന്നപ്പോഴുണ്ടായ ആ 2019 നിയമങ്ങളാണ് നമ്മളിപ്പോൾ പരിപാലിച്ചു പോരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ്, ആ നിയമങ്ങളെക്കുറിച്ച്, അതിൽ പറയുന്ന വ്യവസ്ഥകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അതിനു മുമ്പ് കുറേ ചോദ്യങ്ങളുണ്ട്. ഇവിടുന്ന് ചോദിക്കുന്ന, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന കുറെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. നമുക്കറിയാം, ഔട്ട് ഓഫ് ദി 14 നമ്മൾ ഇന്ത്യയെ ബേസ് ചെയ്ത് പഠിക്കണം, കേരള ബേസ് ചെയ്ത് പഠിക്കണം, രണ്ടും പഠിക്കണമല്ലോ. ഇത് സെൻട്രൽ
ലോസ് ആണ്. GRZ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം സെൻട്രൽ ലോസ് ആണ് അല്ലേ? നമ്മുടെ തീരദേശങ്ങളുടെ, നമ്മുടെ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം അറിഞ്ഞിരിക്കുക. നമ്മള് സീയുമായിട്ട്, ഓഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ വരുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ട് ആണ്. ഓക്കെ. കടലുമായിട്ട് ബന്ധപ്പെട്ട് സീയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അവിടെ വരുന്ന നിയമങ്ങൾ സീയിലെ നിയമങ്ങളല്ല, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളവിടെ നോക്കേണ്ടത്, ഔട്ട് ഓഫ് ദ 14 ഡിസ്ട്രിക്ട്സ് ഇൻ കേരള, ഹൗ മെനി ഡിസ്ട്രിക്ട്സ് കൺസിഡേർഡ് അല്ലെങ്കിൽ കൺസിഡേർഡ് ആസ് ദ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് ഷെയറിംഗ് ദ കോസ്റ്റ് ലൈൻ വിത്ത് ദി വിച്ച് സി അറേബ്യൻ സി അല്ലേ? നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളം എന്ന് പറയുന്ന റീജിയനിലേക്ക്, ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഏരിയ ആണല്ലോ ഉള്ളത്. നമ്മുടെ കേരളം എന്ന് പറയുന്ന എത്ര ഏരിയ ആണ്? ഈ കേരളം എന്ന് പറയുന്ന ഈ ഏരിയയിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കേരളം എന്ന് പറയുന്ന ഈ ഏരിയയിൽ 14 ഡിസ്ട്രിക്ട്സുകളാണുള്ളത്. 14 ഡിസ്ട്രിക്ട്സുകളുള്ളൂ. ഈ ഡിസ്ട്രിക്ട്സിൽ, ഔട്ട് ഓഫ് 14 ഡിസ്ട്രിക്ട്സ് ഇൻ കേരള, ഹൗ മെനി districts consider the coastal districts? Anyone? Anyone answer me? Anyone? 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 ആർക്കെങ്കിലും ആൻസർ പറയാമോ? നിങ്ങൾ PSCയിലൊക്കെ സാധാരണ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ. സാധാരണ നോർമൽ PSCയിൽ പഠിക്കുന്ന ഒരു ചോദ്യമാണ്. എത്രയോ തവണ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് തവണ കേരള PSC ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കേരളത്തിൽ എത്ര തീരദേശ ജില്ലകളുണ്ടെന്നാണ് ഞാൻ മലയാളത്തിൽ ചോദിച്ചത്. 14 ജില്ലകളുള്ളതിൽ, കേരള സംസ്ഥാനത്ത് 14 ജില്ലകളുള്ളതിൽ എത്ര തീരദേശ ജില്ലകളുണ്ട്? ഓക്കെ. ഹരിത, വെരി ഗുഡ് ഹരിത, വെരി ഗുഡ്, വെരി ഗുഡ്. 9 കേട്ടോ, 9. ഇനിയെങ്കിലും മറന്നുപോകല്ലേ, ഒരു ജനറൽ PSC ക്വസ്റ്റ്യൻ ആണ്. ഔട്ട് ഓഫ് 14, 9 ഡിസ്ട്രിക്ട്സ്, ഔട്ട് ഓഫ് 14, 9 ഡിസ്ട്രിക്ട്സ്, 9 districts are considered as the coastal districts sharing a coastline with the which sea. ഇവിടെ വരുന്ന സി എന്ന് പറയുന്നത് ഏത് സി ആണ്ട്? ഈ ഏരിയയിൽ കിടക്കുന്ന ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്ന് പറയുന്ന ഈ ഏരിയ അല്ലേ? ഈ പറയുന്ന ഗുജറാത്ത്, മനസ്സിലായില്ലെങ്കിൽ കമന്റ് ചെയ്യണേ. ഈ പറയുന്ന ഗുജറാത്ത്, ഇവിടെ കിടക്കുന്ന ഗുജറാത്ത്, ദെൻ മഹാരാഷ്ട്ര, ദെൻ ഗോവ, ദെൻ കർണാടക, ദെൻ കേരള അല്ലേ? ഇത്രയും ഏരിയാസ്, ഈ ഒരു ഏരിയാസിനെ, അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന സി എന്ന് പറയുന്നത് ഏത് സി ആണ്? ഏത് സി ആരുടെ? ഏത് സി ആണ്? നമുക്കറിയാം ഇവിടെ കിടക്കുന്ന സി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ. വെരി ഗുഡ്, അറേബ്യൻ സി. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാൻ കമന്റ് കാണുന്നുണ്ട്. കമന്റ് കണ്ടിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അറേബ്യൻ സി ആണ് ഇവിടെ കാണുന്ന സി, അറേബ്യൻ സി. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്തെ, ദീസ് കോസ്റ്റൽ ഏരിയാസ്, ഈ അറേബ്യൻ സി കാണപ്പെടുന്ന ദീസ് കോസ്റ്റൽ ഏരിയാസ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക ആൻഡ് കേരള ആർ ഇൻക്ലൂഡിംഗ് വിച്ച് കോസ്റ്റ് ലൈൻ ഏരിയ? വിച്ച് കോസ്റ്റ് ലൈൻ ഏരിയ? ഈ ഈ ഈ ഇത്രയും 2, 4, 5 സ്റ്റേറ്റുകൾ വരുന്ന ഈ കോസ്റ്റ് ലൈൻ ഏരിയ ഏത് കോസ്റ്റ് ലൈൻ ഏരിയയാണ്? ഏത് കോസ്റ്റ് ലൈൻ ഏരിയയാണ്? ആർക്കും ഉത്തരവില്ല? ഏത് കോസ്റ്റ് ലൈൻ ആണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള. വെസ്റ്റ് കോസ്റ്റ് ആണ് കേട്ടോ. വെസ്റ്റ് അല്ലേ? പടിഞ്ഞാറല്ലേ? പടിഞ്ഞാറല്ലേ അറബിക്കടല്, പടിഞ്ഞാറല്ലേ അറേബ്യൻ സി. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്താണ്ട് വെസ്റ്റ് കോസ്റ്റ് ലൈൻ ആണ്. ഇത് വെസ്റ്റ് പടിഞ്ഞാറൻ തീരപ്രദേശമാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന തമിഴ്നാട്, ഈ വരുന്ന ആന്ധ്രാപ്രദേശ്, ഇവിടെ വരുന്ന ഒഡീഷ, ഇനി മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള വെസ്റ്റ് ബംഗാള്, ഇത്രയും അല്ലേ? ഇത്രയും ഏരിയാസ്, അതായത് വെസ്റ്റ് ബംഗാള്, ഒഡീഷ, ദെൻ ആന്ധ്രാപ്രദേശ്, ദെൻ തമിഴ്നാട്,
ഓക്കെ. ഇത്രയും ഈ ഒരു ഏരിയ ഇവിടെ വരുന്ന കടൽ സി എന്നറിയാം നിങ്ങൾക്ക് അല്ലേ? ഏതാണ്ട് ഇവിടെ വരുന്ന സി, ഈ ഒരു ഭാഗത്ത് വരുന്ന കടൽ എന്ന് പറയുന്നത്, ഈ ഭാഗത്ത് കിടക്കുന്ന സി എന്ന് പറയുന്നത്, ഈ സി എന്ന് പറയുന്നത് ഏത് സി ആണ്? ഇവിടെ കാണപ്പെടുന്ന സി എന്ന് പറയുന്നത് ഇത് ഈസ്റ്റ് ആണല്ലോ. ഇത് ഈസ്റ്റ് ആണല്ലോ. അല്ലേ? ഇത് ഈസ്റ്റേൺ അല്ലേ? കിഴക്കാണല്ലോ. അല്ലേ? ഇത് കിഴക്കാണല്ലോ. അപ്പൊ കിഴക്ക് വരുന്നതാണ്ട് ബംഗാൾ അല്ലേ? ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും ഇതിനെ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയും. ഇല്ലേ? ഈ ഏരിയയെ നമ്മൾ വിളിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് എന്നാണ്. ഈ ഏരിയയെ നമ്മൾ വിളിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കും. ഈസ്റ്റ് കോസ്റ്റ് ഏരിയ. കേട്ടിട്ടില്ലേ? ഈസ്റ്റ് കോസ്റ്റ് ഏരിയ. ഇത് വെസ്റ്റ് കോസ്റ്റ്. ഇത് വെസ്റ്റ് കോസ്റ്റ് ഏരിയ. ഓക്കെ. അപ്പം വെസ്റ്റ് കോസ്റ്റിൽ വരുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള. ഈസ്റ്റ് കോസ്റ്റിൽ വരുന്നത് വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാലും മതി. ഓക്കെ. ഓക്കെ. അപ്പം പ്രധാനമായിട്ടും വെസ്റ്റ് കോസ്റ്റ് ഏരിയയും ഈസ്റ്റ് കോസ്റ്റ് ഏരിയയും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ കടൽ തീരം എന്ന് പറയുന്നത്. അവിടെ നിൽക്കട്ടെ. ഇന്ത്യയുടെ കടൽ തീരം അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം കേരളം പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് കയറാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു 14 ഡിസ്ട്രിക്ട്സ് കേരളത്തില്, 14 ഡിസ്ട്രിക്ട്സ് ഉള്ളതില്, 14 ജില്ലകൾ ഉള്ളതില് കേരളം എന്ന് പറയുന്നത് 9 ജില്ലകള് അല്ലെ? കേരളത്തിലെ 9 ജില്ലകൾ എന്താണ്? കേരളത്തിൽ കാണപ്പെടുന്ന 9 ജില്ലകള്, ഈ കേരളത്തിൽ കാണപ്പെടുന്ന 9 ജില്ലകള് എന്താണ്? തീരദേശ മേഖലകളാണ്. ഏതൊക്കെയാണ് ആ തീരദേശ മേഖലകള്? നമുക്ക് താഴെന്ന് പോവാം. ഇവിടെന്ന് പോവാം. ഏറ്റവും താഴെ വരുന്നത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നത് തിരുവനന്തപുരം. പിന്നെ എവിടെ? തിരുവനന്തപുരം. തൊട്ട് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ആലപ്പിയുണ്ട്. ദെൻ കോഴിക്കോടുണ്ട്. ദെൻ പിന്നെ കോഴിക്കോടുണ്ട്. ദെൻ മലപ്പുറമുണ്ട്. ദെൻ തൃശ്ശൂരുണ്ട്. പിന്നെ ആരുണ്ട്? എറണാകുളമുണ്ട്. ഞാൻ പറഞ്ഞ ഓർഡർ തെറ്റിപ്പോയില്ലേ? ഓർഡറിൽ പറയാല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ. ഫസ്റ്റ് തിരുവനന്തപുരം, ദെൻ കൊല്ലം, തിരുവനന്തപുരം, കൊല്ലം, ദെൻ ആലപ്പി, എറണാകുളം, എറണാകുളം, ദെൻ തൃശ്ശൂര്, ദെൻ തൃശ്ശൂര്, ദെൻ മലപ്പുറം, ദെൻ മലപ്പുറം, അത് കഴിഞ്ഞാൽ കോഴിക്കോട്, അത് കഴിഞ്ഞാല് കണ്ണൂര്, അത് കഴിഞ്ഞാൽ കണ്ണൂറ്, അത് കഴിഞ്ഞാല് കാസർഗോഡ്, അത് കഴിഞ്ഞാൽ കാസർഗോഡ്. അപ്പൊ ഇത്രയും ജില്ലകൾ. അപ്പൊ 9 എണ്ണം ആയില്ലേ? തിരുവനന്തപുരം, തിരുവനന്തപുരം അല്ലേ? ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പി, എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂറ്, കാസർഗോഡ്. നിങ്ങളിത് ജനറൽ PSCക്ക് നിങ്ങൾ ധാരാളമായിട്ട് ഇത് കാണാപ്പാഠമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാണാപ്പാഠമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കിയാൽ മതി. ഏതൊക്കെ ജില്ലകൾ ആയിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് കിടക്കുന്നതെന്ന്, ആഹ്, ആഹ്, നമ്മുടെ കേരളം കിടക്കുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലെ കടൽ ആഹ്, തീരങ്ങൾ കിടക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. കേട്ടോ? അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഓക്കെ. ഇനി ഞാനിവിടെ വെസ്റ്റ് കോസ്റ്റ് എന്നും ഈസ്റ്റ് കോസ്റ്റ് എന്നും പറയുമ്പോഴത്തേക്ക് ഈ വെസ്റ്റ് കോസ്റ്റ് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ് നമുക്ക് മുകളിലത്തെ ചിത്രത്തിൽ വരയ്ക്കാം. അപ്പൊ കുറച്ചുകൂടി കൺഫ്യൂഷൻ മാർക്ക് കിട്ടും. ഇട്ടിട്ടുണ്ട്. അപ്പൊ വെസ്റ്റ് കോസ്റ്റും ഇവിടെ ഞാന് ഇതിനെ നമ്മൾ വെസ്റ്റ് കോസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു. ഈസ്റ്റ് കോസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു. ഈ വെസ്റ്റ് കോസ്റ്റും ഈസ്റ്റ് കോസ്റ്റും എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓരോ കോസ്റ്റിനും ഓരോ പേരുകൾ. വെസ്റ്റ് കോസ്റ്റിൽ ഇപ്പൊ ഗുജറാത്ത്, ഗുജറാത്ത് എടുത്തു കഴിഞ്ഞാൽ ഗുജറാത്തിനെ നമ്മൾ ഗുജറാത്ത് കോസ്റ്റ് എന്ന് വിളിക്കും. ഗുജറാത്തിനെ ഗുജറാത്ത് കോസ്റ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയാണെങ്കിലോ ഈ മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന ആ റെയിൽവേയൊക്കെ നമ്മളൊരു പേര് വിളിക്കത്തില്ലടെ? മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന ഒരു റെയിൽവേ പാളത്തിനെ, റെയിൽവേ ട്രാക്കിനെ, അല്ലെങ്കിൽ റെയിൽവേ റൂട്ടിനെ നമ്മളൊരു പേര് വിളിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കൊങ്കൺ അല്ലേ? കൊങ്കൺ എന്ന് വിളിക്കുക. കൊങ്കൺ കോസ്റ്റ് എന്ന് വിളിക്കും. കൊങ്കൺ, കൊങ്കൺ എന്നൊക്കെ കൊങ്കൺ കോസ്റ്റ് എന്ന് വിളിക്കും മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോഴത്തേക്ക്, ഈ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക്. കൊങ്കൺ കോസ്റ്റ് എന്ന് വിളിക്കും. കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, അതായത് മഹാരാഷ്ട്ര, ഗോവ, കർണാടക ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് കൊങ്കൺ ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം മുംബൈയിലേക്ക് പോകുമ്പോൾ കൊങ്കൺ പാത എന്ന് പറയുന്നത്. ഈ കേരളത്തിലേക്ക് വരുമ്പോഴേ നമ്മള് കേരളത്തിന്റെ മാത്രമായിട്ട് നമ്മൾ വിളിക്കും മലബാർ കോസ്റ്റ് എന്ന് വിളിക്കും. മലബാർ കോസ്റ്റ് എന്ന് വിളിക്കും. ഇതൊന്നും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാം. മലബാർ കോസ്റ്റ് എന്ന് വിളിക്കും. ഇത് അപ്പം ഗുജറാത്ത് കോസ്റ്റും, ഗുജറാത്ത് കോസ്റ്റും, കൊങ്കൺ കോസ്റ്റും, അതുപോലെ തന്നെ മലബാർ കോസ്റ്റും കൂടി ചേർന്നിട്ടുള്ളതാണ്
ഈ വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ വെസ്റ്റ് കോസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റ് കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒഡീഷ, ഈ ഒഡീഷ എന്ന് പറയുന്ന ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ഒഡീഷയുടെ കടൽ ഭാഗം അല്ലെങ്കിൽ ആ കോസ്റ്റ് നമ്മൾ വിളിക്കുന്നത് അതിന് ഉത്കൽ കോസ്റ്റ് എന്നാണ്. UKAL ഉത്കൽ കോസ്റ്റ്. ഉത്കൽ ഉത്കൽ കോസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഒഡീഷയുടെ. അതുപോലെ തന്നെ നമ്മള് ആന്ധ്രാപ്രദേശ്, പോണ്ടിച്ചേരി അങ്ങനെ ആ വരുന്ന ആ എല്ലാ ഭാഗങ്ങളിലും പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശ് എടുത്തു കഴിഞ്ഞാല് അതിനെ നമ്മൾ വിളിക്കുന്ന ആ ഒരു കോസ്റ്റ് ലൈൻ ഏരിയ നമ്മൾ വിളിക്കുന്നത് സർക്കാർ കോസ്റ്റ് എന്നാണ്. SARKAR സർക്കാർ കോസ്റ്റ് എന്ന് വിളിക്കും. സർക്കാർ കോസ്റ്റ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, താഴെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ജിയോഗ്രഫിയിലൊക്കെ എപ്പോഴും പഠിക്കുന്നതാണ് ഈ തീരപ്രദേശത്തെ കേരളത്തിൻ്റെതിനെ നമ്മൾ മലബാർ എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ എന്ത് വിളിക്കും? ആരെങ്കിലും ഒന്ന് പറയും നോക്കട്ടെ. ജനറൽ PSC പഠിച്ചവരല്ലേ? ആരെങ്കിലും ഒന്ന് പറയും നോക്കട്ടെ. കേരളത്തിനെ നമ്മൾ മലബാർ എന്നും വിളിക്കും. തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴത്തെ ആ തീരത്തെ പ്രദേശത്തെ എന്തെന്ന് വിളിക്കും? ഹരിത? ചോദിക്കട്ടെ. ഒന്ന് മലബാർ തീരപ്രദേശം, മറ്റതാണെങ്കിലോ കോറമാണ്ടൽ. ആരും പറയുന്നില്ല അല്ലേ? ഒന്നിനെ മലബാർ എന്നും മറ്റതിനെ നമ്മൾ എന്ത് വിളിക്കും ഇവിടെ? കോറമാണ്ടൽ. അപ്പൊ തമിഴ്നാട് റീജിയൻ വരുന്നത് കോറമാണ്ടൽ എന്ന് വിളിക്കും. കോറമാണ്ടൽ കോസ്റ്റ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുക. അപ്പം വെസ്റ്റ് കോസ്റ്റിൽ വരുന്നത് ഗുജറാത്ത് കോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൊങ്കൺ കോസ്റ്റ് ഉണ്ട്. കൊങ്കൺ കോസ്റ്റിൽ മഹാരാഷ്ട്രയും ഗോവയും കർണാടകയും കൂടെ ചേർത്തിട്ടാണ്. നിങ്ങൾ റെയിൽവേ റെയിൽവേ ലൈനൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അതായത് മഹാരാഷ്ട്രയും ഗോവയും കർണാടകയും കൂടി ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്? കൊങ്കൺ എന്ന് പറയുന്നത്. കൊങ്കൺ പാത അല്ലെങ്കിൽ കൊങ്കൺ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒള്ളി കേരള, മലബാർ കോസ്റ്റ്. അപ്പം മലബാർ, കൊങ്കൺ ആൻഡ് ഗുജറാത്ത് ഇത് ചേർത്തിട്ടാണ് വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന പടിഞ്ഞാറൻ തീരദേശ മേഖല ഉണ്ടായിരിക്കുന്നത്. ദെൻ എന്താ പറയാ, നമ്മുടെ ഒഡീഷ, വെസ്റ്റ് ബംഗാളിനെ സെപ്പറേറ്റ് ചെയ്യത്തില്ല. ഒഡീഷയിലെ ഉത്കൽ, വെസ്റ്റ് ബംഗാൾ ഇല്ലെന്നല്ല, വെസ്റ്റ് ബംഗാൾ ഉണ്ട്. അതിനെ സെപ്പറേറ്റ് വെസ്റ്റ് ബംഗാൾ എന്നേ പറയത്തുള്ളൂ. ബംഗാൾ തീരപ്രദേശം എന്നേ പറയത്തുള്ളൂ. ഒഡീഷയുടെ ഉത്കലും ആന്ധ്രാപ്രദേശിന്റെ സർക്കാർ കോസ്റ്റും അതുപോലെ തന്നെ തമിഴ്നാടിന്റെ കോറമാണ്ടൽ തീരപ്രദേശവും കൂടി കോസ്റ്റും കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈസ്റ്റേൺ കോസ്റ്റ്. അപ്പൊ ഈ കാര്യങ്ങളും കൂടി ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എന്താണ് ഹാസ് ദ ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. അപ്പൊ ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് പറയാം? ആരായിരിക്കും? ചിത്രത്തിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ആരായിരിക്കും ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഭൂപടം കറക്റ്റ് അറിയാന്നുള്ളവർക്ക് അറിയാം. ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ആരെങ്കിലും മറുപടി പറഞ്ഞാൽ നോക്കട്ടെ. ആരും മറുപടി പറഞ്ഞിട്ടില്ല. ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എനിബഡി ആർക്കെങ്കിലും അറിയാമോ? ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ഏരിയ ഏതാണ് ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്? ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ ഇവിടെ ആരും പറയുന്നില്ല. ഓക്കെ. അറിയാമോ? ഹരിത, നന്ദു, മേരി, സ്റ്റിംല, വെരി ഗുഡ് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, രണ്ടുപേര് പറഞ്ഞു. മേരി സ്റ്റിംല പറഞ്ഞു, നന്ദു പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഗുജറാത്ത് കേട്ടോ, ഗുജറാത്താണ്. അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ എഴുതി വെച്ചോളണം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഏകദേശം കാരണം ഏത് ആണ് ഗുജറാത്ത് എന്ന് പറയുന്നത്? ഗുജറാത്ത് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഗുജറാത്ത് സംസ്ഥാനം കിടക്കുന്ന ഗുജറാത്ത് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇത്രയും ഏരിയയാണ് ഗുജറാത്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഏരിയയാണ് ഗുജറാത്ത് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ലാർജസ്റ്റ് ഏരിയ
ഈ ലാർജസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് എത്രയുണ്ടെന്നാണ്? അപ്രോക്സിമേറ്റ്ലി എബൌട്ട് 16,000 അല്ലേ? സോറി 1600 കിലോമീറ്റർ, 1600 കിലോമീറ്റർ കേട്ടോ. ഗുജറാത്ത്, അതായത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഗുജറാത്താണ്. എത്രയാണ്? 1600, അപ്രോക്സിമേറ്റ്ലി 1600 കിലോമീറ്റർ ആണ് കേട്ടോ. ഏത് അറേബ്യൻ സീ. ഏത് തീരമാണ്? ഗുജറാത്ത് കോസ്റ്റ്, അല്ലെങ്കിൽ കോമൺലി വിച്ച് കോസ്റ്റ് ലൈൻ ഏരിയ? വെസ്റ്റേൺ കോസ്റ്റ് ലൈൻ ഏരിയ എന്ന് പറയുക. ഓക്കെ. ദെൻ സെക്കൻഡ്, കഴിഞ്ഞ ഈ ക്വസ്റ്റ്യനിലെ കണ്ടിട്ടുള്ളത് ലാർജസ്റ്റ് ചോദിക്കുന്നതിന് പകരം അവർ ചോദിക്കും സെക്കൻഡ് ചോദിക്കും, അല്ലെങ്കിൽ തേർഡ് ചോദിക്കും, സെക്കൻഡ് ലാസ്റ്റ് ചോദിക്കും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എത്രയോ തവണ അല്ലെ, എത്രയോ തവണ, ആയിരക്കണക്കിന് തവണ PSC യിൽ ചോദ്യമായിട്ടുള്ള ഒന്നാണ് സെക്കൻഡ് കോസ്റ്റ് ലൈൻ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. സെക്കൻഡ് കോസ്റ്റ് ലൈൻ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് സെക്കൻഡ് ലാർജസ്റ്റ്, ഏറ്റവും വലുത് ഗുജറാത്താണ് 1200 കിലോമീറ്റർ. രണ്ടാമത് വരുന്നത് ആരാണ്ടേ? ആദ്യത്തെ 3 സ്ഥാനങ്ങൾ പഠിക്കണം, എന്ത് പഠിച്ചു കഴിഞ്ഞാലും. 1, 2, 3. രണ്ടാമത്തെ ആർക്കെങ്കിലും പറയാമോ? രണ്ടാമത്തെ മേരി ഇസ്റ്റിമില്ല, നന്ദു, ഹരിത, രേഷ്മ. ഓക്കെ, അപ്പം രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏതാണ്ട് തെറ്റിക്കരുത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് AP ആണ്, ആന്ധ്രാപ്രദേശാണ്. ഇവിടത്തെ ആന്ധ്രാപ്രദേശാണ് സർക്കാർ കോസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ആന്ധ്രാപ്രദേശാണ് രണ്ടാമത്തെ തീരദേശ, അല്ലെങ്കിൽ തീരദേശം എന്ന് പറയുന്നത്. സെക്കൻഡ് ആന്ധ്രാപ്രദേശാണ് രണ്ടാമത്തെ സർക്കാർ കോസ്റ്റ് എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോറമണ്ടൽ കോസ്റ്റ് ആണ്. ആരാണ്ട് കോറമണ്ടൽ കോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്ന റീജിയൻ. തമിഴ്നാട് തേർഡ് വൺ എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അപ്പൊ ഒന്ന് ഗുജറാത്ത്, ഫസ്റ്റ് കോസ്റ്റ് ലൈൻ ഗുജറാത്ത്, സെക്കൻഡ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്, തേർഡ് ഗുജറാത്ത്. മറന്നു പോകരുത്, ഓർത്ത് വെച്ചിരിക്കണം. ഫസ്റ്റ് ഇത് പിന്നോട് അങ്ങോട്ട് പഠിച്ചു പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യം വരും. ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ആന്ധ്ര, അതായത് ആ കോസ്റ്റിന്റെ പേരും കൂടി ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ് ചോദിക്കാം, ചിലപ്പോൾ ആ കോസ്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്, ആ കോസ്റ്റ് ലൈൻ ആയിരിക്കാം ചോദിക്കുന്നത്. ഫസ്റ്റ് ഗുജറാത്ത് കോസ്റ്റ് ആണ്. ഫസ്റ്റ് മീൻസ് സ്റ്റേറ്റ് ഗുജറാത്ത്. സെക്കൻഡ് ആന്ധ്രാപ്രദേശ് ആണ്, സ്റ്റേറ്റ് ബേസിൽ. ഓൺ ദ കോസ്റ്റൽ ബേസിൽ സർക്കാർ കോസ്റ്റ് ആണ്. ദെൻ തേർഡ് വൺ ഈസ് ദ തമിഴ്നാട്, ബേസ് ഓഫ് സ്റ്റേറ്റ്, ബേസ് ഓഫ് ദ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ, കോസ്റ്റൽ ഏരിയ നോക്കുകയാണെങ്കിൽ കോറമാണ്ടൽ കോസ്റ്റ് ആണ് തേർഡ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിവിടെ കാണുന്നുണ്ട് മുകളിൽ ഗുജറാത്ത് കോസ്റ്റ് മുതൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ വെസ്റ്റ് കോസ്റ്റൽ ലൈൻ ആൻഡ് ഈസ്റ്റ് കോസ്റ്റൽ ലൈൻ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഗുജറാത്ത് കോസ്റ്റും, കൊങ്കൺ കോസ്റ്റും, മലബാർ കോസ്റ്റും, കോറമോണ്ടൽ കോസ്റ്റും, സർക്കാർ കോസ്റ്റും, ഉത്കൽ കോസ്റ്റും, ബംഗാൾ കോസ്റ്റും എല്ലാം കൂടെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന അതാണ് വെരി വാസ്റ്റ് കോസ്റ്റ് ലൈൻ സ്ട്രെച്ചസ് ഓവർ എബൌട്ട് 7,500 കിലോമീറ്റർ. ഏകദേശം 7,500 കിലോമീറ്റർ ഉണ്ട് ഇന്ത്യയിലെ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കാം എത്ര സ്റ്റേറ്റ്സുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നോക്കാം. ഇന്ത്യയിലെ കോസ്റ്റൽ ഏരിയാസ്: ഗുജറാത്ത്, 2 മഹാരാഷ്ട്ര, 3 ഗോവ, 4 കർണാടക, 5 കേരള, 6 തമിഴ്നാട്, 7 ആന്ധ്രാപ്രദേശ്, 8 ഒഡീഷ, 9 ഏത് വെസ്റ്റ് ബംഗാൾ അല്ലേ, 9 വെസ്റ്റ് ബംഗാൾ. അപ്പം എത്ര സ്റ്റേറ്റ്? അപ്പൊ ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇന്ത്യ ഹാസ് എ വാസ്റ്റ് കോസ്റ്റ് ലൈൻ സ്ട്രെച്ചിങ് ഓവർ about 7,500 kilometers, touching how many states? 9 states. Which are they? Gujarat, Maharashtra, Goa, Karnataka, Kerala, Tamil Nadu, Andhra Pradesh, Odisha, and West Bengal. And there are 4 union territories. Okay, 9 സ്റ്റേറ്റുകളും
4 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഇതിനിടയിൽ കാണപ്പെടുന്ന യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അല്ലേ? 9 യൂണിയൻ ടെറിട്ടറീസുമായിട്ടും പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറീസ് ആണ്. അപ്പൊ ഇവിടെ വരുന്ന ഏകദേശം 4 യൂണിയൻ ടെറിട്ടറി, 9 സ്റ്റേറ്റ്, 9 സ്റ്റേറ്റും 9 സ്റ്റേറ്റ്സ്, 9 സ്റ്റേറ്റും 4 യൂണിയൻ ടെറിട്ടറി, 4 യൂണിയൻ ടെറിട്ടറി. ഓക്കെ. പറയുന്ന എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? സ്ട്രെച്ചബിൾ ആവുന്നുണ്ടോ? കമന്റ് ചെയ്യണേ. കമന്റ്സ് ഓക്കെ. നന്ദുലാൽ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലുള്ള ആളാണോ? ക്ലാസ്സിലുള്ള ആളാണോ നന്ദുലാൽ? ഓക്കെ. 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 തിരിച്ചു വരാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു 9 സ്റ്റേറ്റിലെ 9 സ്റ്റേറ്റുകള്, 9 സ്റ്റേറ്റുകളും പിന്നെ എത്ര യൂണിയൻ ടെറിട്ടറീസ് ആണ്? 4 യൂണിയൻ ടെറിട്ടറീസ്. എവിടെയൊക്കെയാണ് 4? ഈ ആന്ധ്രാപ്രദേശിന്റെ ഈ ഭാഗത്തൊരു യൂണിയൻ ടെറിട്ടറീസ് വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ അതിന്റെ പേരാണ് പോണ്ടിച്ചേരി അല്ലേ? അതിന്റെ പേരാണ് പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. പോണ്ടിച്ചേരി എന്നാണ് എഴുതുന്നത്. പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറി ആണ്. പിന്നെ ഏത് വരുവാടെ? പിന്നെ ഏത് വരുവാടെ? പിന്നെ ദാമൻ ആൻഡ് ദിയു അതെവിടെയാ വരുന്നത്? ഗുജറാത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണല്ലോ ദാമൻ ആൻഡ് ദിയു വരുന്നത് അല്ലേ? ഗുജറാത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ വരുന്ന പ്രദേശമാണല്ലോ ഗുജറാത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ദാമൻ ആൻഡ് ദിയു വരുമല്ലോ. ദാമൻ ആൻഡ് ദിയു. ദാമൻ ആൻഡ് ദിയു. ദാമൻ ആൻഡ് ദിയു വരും. പിന്നെ മൂന്നാമതായിട്ട് ഏത്? മൂന്നാമതായിട്ട് ഏത്? ദാ ഇവിടെ തന്നെ കിടപ്പുണ്ട്. നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ തന്നെ കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ഒളിച്ചു കിടക്കുന്ന ഒരാളുണ്ട്. ആരാണ്? ഈ കാണപ്പെടുന്ന ആള്. ആര്? ഈ ലക്ഷദ്വീപ്. ഒരു യൂണിയൻ ടെറിട്ടറി അല്ലേ? ലക്ഷദ്വീപ് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ആണ്. അല്ലേ? കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ദ്വീപ സമൂഹമാണല്ലോ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷദ്വീപ്. നാലാമതായിട്ട് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. നാലാമത്തെ നോക്കിക്കഴിഞ്ഞാല് അടുത്തതാ ഇവിടെ നമ്മുടെ മുന്നിൽ തന്നെ തമിഴ്നാടുമായിട്ടും ആന്ധ്രാപ്രദേശുമായിട്ടും ബിറ്റ്വീനായിട്ട് കിടക്കുന്ന ഈ ഒരാള് കിടക്കുന്ന ഒരു ആൻഡമാൻ നിക്കോബാർ ദ്വീപ്സ്. ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന ഈ ദ്വീപ ആൻഡമാൻ നിക്കോബാർ അപ്പൊ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ. അപ്പം 4 കേന്ദ്രഭരണ പ്രദേശങ്ങള് യുടിഐ 4 എണ്ണമാണ് യുടിഐ ആയിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. എത്ര സ്റ്റേറ്റ്, യുടി എത്ര എന്നുള്ളത്. ഓക്കെ. അപ്പൊ യുടി എന്ന് പറയുന്നത് 4 എണ്ണം. ആരൊക്കെയാണ്? ഒന്ന് പോണ്ടിച്ചേരി. നമുക്കറിയാം തമിഴ്നാടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കുക. ദാമൻ ദിയു ഗുജറാത്തുമായി റിലേറ്റ് ചെയ്ത് ഓർക്കുക. ലക്ഷദ്വീപ് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കുക. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് നമ്മുടെ ആന്ധ്രയ്ക്കും തമിഴ്നാടിന്റെ ഇടയിലൂടെ നമ്മളൊന്ന് കണ്ണോടിക്കുക. ഇത് കിടക്കുന്ന ദ്വീപസഭ. അങ്ങനെ 9 സ്റ്റേറ്റ്. അപ്പൊ 9 സ്റ്റേറ്റ് നിങ്ങൾ പഠിച്ചു. സിമ്പിളായിട്ട് കാണാപ്പാഠം പഠിക്കണ്ട. ഒന്ന് മനസ്സിരുത്തി കണ്ണടച്ചിട്ടൊന്ന് ഇന്ത്യയിൽ ഒന്ന് താഴോട്ട് ഇന്ത്യയുടെ താഴെ വെസ്റ്റ് ആൻഡ് ഈസ്റ്റേൺ റീജിയൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ മുകളിന്ന് ലെഫ്റ്റ് സൈഡ് മുകളിന്ന് പടിഞ്ഞാറൻ തീരത്തുനിന്ന് വരിക ഗുജറാത്ത്, ഗുജറാത്ത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര കണ്ണടച്ചിട്ടില്ല എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഗുജറാത്ത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, ദെൻ ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മുകളില് വെസ്റ്റ് ബംഗാൾ. ഇനി ആ തീരപ്രദേശത്തിന്റെ പേരുകൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ ആ 4 കോസ്റ്റൽ ഏരിയാസ് ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്ത് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയയെ പറ്റി അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയനെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്താണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് വിച്ച് സ്റ്റേറ്റ് ഇസ് ദ ലാർജസ്റ്റ് കോസ്റ്റൽ ഇൻ ഇന്ത്യ എന്ന് നിരവധി അനവധി പരീക്ഷകളിൽ കേരള PSC ഉൾപ്പെടെ നിരവധി പരീക്ഷകൾ റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ അതിന്റെ ആൻസർ കണ്ടതാണ് ഏതാണെന്നുള്ളത്. ഓക്കെ. ഗുജറാത്ത് ആണെന്നുള്ളതും ഗുജറാത്തിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളതും ഇനി
ഗുജറാത്തിനെക്കുറിച്ച് പഠിക്കുമ്പഴത്തേക്ക് ഗുജറാത്ത് കോസ്റ്റലിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പഴേ നമ്മളിവിടെ പഠിക്കും. ദാണ്ടെ ഇന്ത്യാസ് ഈ തീരപ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാല് മേജറായിട്ട് 12 പോർട്സുകളും മൈനറായിട്ട് 185 പോർട്സുകളുമുണ്ട്. ഓക്കെ. തീരപ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാല് പ്രധാന തുറമുഖങ്ങളെന്ന് പറയുന്നത് 12 എണ്ണവും ചെറിയ തുറമുഖങ്ങളെന്ന് പറയാൻ 185 എണ്ണം ഉണ്ട്. അവിടെ ഇത്രയും പ്രദേശങ്ങളിലുള്ള ഈ വെസ്റ്റ് ഈസ്റ്റേൺ കോസ്റ്റ് ലൈനുള്ള മാംഗ്രൂവ്സ് കണ്ടൽക്കാടുകളെന്ന് പറഞ്ഞാൽ 4120 സ്ക്വയർ കിലോമീറ്റർ വരുന്ന മാംഗ്രൂവ്സ് ഉണ്ട്. ബാക്കി മുകളിലോട്ട് ഫിഷിംഗ് വില്ലേജിനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങൾ മുകളിലോട്ട് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 12 മേജർ പോർട്സുകള് 180 മൈനർ പോർട്സുകള് ഈ ഈ വെസ്റ്റ് കോസ്റ്റ് ലൈനിലും ഈസ്റ്റ് കോസ്റ്റ് ലൈനുമായിട്ട് ചേർന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ. അതില് നമ്മള് ഗുജറാത്ത് ഹാസ് ദ ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ. ഇറ്റ്സ് ലെങ്ത് ഈസ് 1600 കിലോമീറ്റേഴ്സ്. ആൾമോസ്റ്റ് 25% ഓഫ് ദ ഇന്ത്യൻ സീ കോസ്റ്റ്. അല്ലേ? നമ്മൾ പറഞ്ഞു ടോട്ടൽ ഇന്ത്യൻ സീ കോസ്റ്റ് എന്ന് പറയുന്നത് 7500 കിലോമീറ്റർ ആണ്. ഏകദേശം 7500 കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 9 സ്റ്റേറ്റുകളും 4 യൂണിയൻ ടെറിട്ടറിയും കൂടെ പരിശോധിക്കുമ്പോൾ ഏകദേശം അറ്റ്മോസ്റ്റ് 24% 24% ഇന്ത്യയുടെ ടോട്ടൽ കോസ്റ്റ് ലൈനിന്റെ ഈ 24% 24% ഗുജറാത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ ഇറ്റ് ഹാസ് ദ 41 41 മൈനർ പോർട്സ് 41ഓളം ഗുജറാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 41ഓളം 41 മൈനർ പോർട്സ് 41 മൈനർ പോർട്സും 41 മൈനർ പോർട്സും അതുപോലെ തന്നെ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം ഗുജറാത്തില് ഒരു മേജർ തുറമുഖമുണ്ടെന്നറിയാം. നിങ്ങൾ PSC പഠിക്കുന്നവർക്കറിയാം. അല്ലേ? ആഹ് ആഹ് ഇതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ തുറമുഖം ഗുജറാത്തിലുണ്ടെന്നറിയാം. അത് പല പേരുകളിലും പല ഓമന പേരുകളിലും നിങ്ങൾ വിളിക്കുന്നുണ്ടറിയാം. അപ്പം 41 മൈനർ പോർട്സ്, ഒരു മേജർ പോർട്സ്, അതുപോലെ തന്നെ 11 ഇന്റർമീഡിയേറ്റ് പോർട്സ് ഉണ്ട്. 11 ഇന്റർമീഡിയേറ്റ് പോർട്സ് ഉണ്ട്. 11 ഇന്റർമീഡിയേറ്റ് പോർട്സ് ഉണ്ട്. പിന്നെ ആഹ്, അതായത് സോറി ടോട്ടൽ ഒന്ന് മൈനർ പോർട്സ് എന്നല്ല. ടോട്ടൽ പോർട്സ് ഗുജറാത്ത് നോക്കിക്കഴിഞ്ഞാൽ 41 ആണ്. ഓക്കെ. ഗുജറാത്തില് 41 പോർട്സുകളാണ് ടോട്ടലായിട്ടുള്ളത് കേട്ടോ. 41 തുറമുഖങ്ങളുണ്ട് ഗുജറാത്തില്. ടോട്ടലായിട്ട് 41 തുറമുഖങ്ങളാണ് ഗുജറാത്തിലുള്ളത്. അതില് ഒരെണ്ണം മേജർ പോർട്സ് ഉണ്ട്. 11 എണ്ണം ഇന്റർമീഡിയേറ്റ് ആയിട്ടുള്ള പോർട്സ് ഉണ്ട്. 11 എണ്ണം ഇന്റർമീഡിയേറ്റ് ഉണ്ട്. 29 29 29 29 29 മൈനർ പോർട്സും ഉണ്ട് കേട്ടോ. 29 മൈനർ പോർട്സും ഉണ്ട്. 29 മൈനറും ഉണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തെ ഇത് പറഞ്ഞു പോകാൻ പറ്റൂ. ഇനി വേറെ എവിടെയും പഠിപ്പിക്കുമ്പോഴേ ഇത് കയറി ഞാൻ പറയത്തുമില്ല. അപ്പോഴേ ഇത് പഠിച്ചോളണം. ഇനി ഈ ഒരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യത്തേയില്ല. അപ്പം ഗുജറാത്താണ് ഏറ്റവും വലിയ ഇന്ത്യയിലെ കോസ്റ്റൽ റീജിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ, ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ, ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗുജറാത്ത്, സെക്കൻഡ് AP ആൻഡ് തേർഡ് തമിഴ്നാടാണ് വരുന്നത്. അപ്പൊ ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആം, ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് എന്താ പറയാ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കും കേട്ടോ. എങ്ങനെയാണെന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കും. ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. ഇനി 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 ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഈ ഗുജറാത്തിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പോർട്ട്, ഗുജറാത്തിലെ ഒരു മേജർ പോർട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഗുജറാത്തിലെ ഏറ്റവും ഒരു മേജർ പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും പറയാമോ അതിന്റെ പേര്? ഇപ്പൊ എല്ലാവർക്കും കേൾക്കാമോ? എനിക്ക് വെച്ച് ഓഡിയോക്ക് എന്തോ ഒരു ഇഷ്യൂസ് ആയിരുന്നു. ഓഡിയോയുടെ ഒരു പ്രശ്നം. ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ?
പിടി, പിടി. ഏതുവരെ ഏതുവരെയാണ് കേൾക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരാള് പറഞ്ഞു നന്ദുലാൽ പറഞ്ഞു കണ്ടില്ല. കണ്ടില്ല. അപ്പൊ നിങ്ങൾ കേട്ടു അല്ലേ? അതുവരെ കേട്ടു. ലാസ്റ്റ് ഞാൻ പറഞ്ഞവരെ കേട്ടിട്ടുണ്ട് എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. ല്ലേ? ഗുജറാത്തിലെ കണ്ട്ല തുറമുഖം ല്ലേ? കപ്പലിന്റെ ശവപ്പറമ്പ് ല്ലേ? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നൊക്കെ പറയുന്ന തുറമുഖം ല്ലേ? കണ്ടില്ല. കപ്പലിനെ പൊളിക്കൽ കേന്ദ്രം എന്നൊക്കെ പറയുന്ന തുറമുഖം കണ്ടില്ല. ഗുജറാത്തിലെ കണ്ട്ല തുറമുഖം. ഓക്കെ. ഓക്കെ. അപ്പം ആഹ്, ഓക്കെ. ഓക്കെ. അത്തരം കാര്യങ്ങള് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നേരെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിരിക്കാനുള്ളത്. അപ്പൊ ഞാൻ സിആർഇസെഡ് എന്താണെന്ന് ജനറലായിട്ട് പറഞ്ഞു. അതുപോലെ നമ്മുടെ കോസ്റ്റൽ സോണിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയയെ കുറിച്ച് പറഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കേരളവുമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കേരളത്തിൽ 14 ഡിസ്ട്രിക്ട്സിൽ 9 ഡിസ്ട്രിക്ട് കോസ്റ്റൽ റീജിയൻ ആണെന്ന് പറഞ്ഞു. കോസ്റ്റ് ലൈൻ റീജിയൻ ആണെന്ന് പറഞ്ഞു. എങ്കിൽ കേരളത്തിന്റെ കോസ്റ്റ് ലൈൻ ലെങ്ത് എത്രയാണ്? കേരളത്തിന്റെ കോസ്റ്റ് ലൈൻ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്ട്? ഇതൊക്കെ ഞാൻ പറയത്തില്ല. നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് തന്നെ ചെയ്യണം. കേട്ടോ? ക്ലാസ്സിലിരിക്കുന്നവര് കമന്റ് തന്നെ ചെയ്യണം. ഇവിടെ കേരളത്തിന്റെ ടോട്ടൽ ജിയോഗ്രാഫിക്കൽ ഏരിയ എന്ന് വെച്ചാൽ 38,861 ആണ് അല്ലേ? 38, 38,861 സ്ക്വയർ കിലോമീറ്റർ ആണ് അല്ലേ? സ്ക്വയർ കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് കേരളത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇന്ത്യൻ സ്റ്റേറ്റ് എടുത്ത് ഇന്ത്യയുടെ 1.18% ഇതൊക്കെ എത്രയോ തവണ നമ്മുടെ നിങ്ങൾ പോപ്പുലേഷനുമായിട്ട് നിങ്ങൾ ഡെമോഗ്രഫി പഠിക്കുമ്പോഴത്തേക്ക് എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് ഇതെല്ലാം. ഓക്കെ. ഓക്കെ. നമ്മൾ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. ഇവിടെയും ചോദിക്കും അല്ലേ? 38,861 എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ 1.18% ആണ് കേരളത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. അതില് അതില് കേരളത്തിന്റെ കടൽ തീരം, കേരളത്തിന്റെ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എത്രയാണ്? വെരി ഗുഡ് നന്ദു, വെരി ഗുഡ്. 590 നമ്പരും കൂടെ അതിന്റെ അളവും കൂടി ഓർക്കണം കേട്ടോ. 590 സോറി 590 മീറ്റർ ആണോ കിലോമീറ്റർ ആണോ എന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കണേ. കിലോമീറ്റർ ആണ്, തെറ്റിപ്പോകരുത്. 590 ഇല്ലേ? കേരളത്തിന്റെ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 590 കിലോമീറ്റർ ആണ്. 590 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ടോട്ടലായിട്ട് നമ്മൾ പറഞ്ഞു 7,500 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. അതിൽ 1,600 എന്ന് പറയുന്നത് ഗുജറാത്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഗുജറാത്തിനെ ഒന്നാമതായിട്ട് കണക്കാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എന്ത് പറയാം കോസ്റ്റൽ ഏരിയ അല്ല സോറി നമ്മുടെ ZRZ ഉള്ളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അങ്ങനെ ആ ZRZ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് അപ്പൊ ഈ ZRZ പരിശോധിക്കുമ്പോൾ ഈ വെസ്റ്റ് കോസ്റ്റ് റീജിയനും ഈസ്റ്റ് കോസ്റ്റൽ റീജിയനും അല്ലെങ്കിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ ആൻഡ് ബംഗാൾ തീരങ്ങൾ ഉൾപ്പെടുന്ന കോസ്റ്റ് ലൈൻ ഏരിയാസ് ഉൾപ്പെടുന്ന ഈ 7,500 കിലോമീറ്റർ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രധാനമായിട്ടും 4,120 സ്ക്വയർ കിലോമീറ്റർ ഓഫ് മാംഗ്രൂവ്സ് 4,100 കിലോമീറ്ററിൽ മാംഗ്രൂവ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാണ് 12 മേജർ പോർട്സുകളുണ്ട്, 185 മൈനർ പോർട്സും ഉണ്ട് അല്ലേ? 4,120 സ്ക്വയർ കിലോമീറ്റർ മാംഗ്രൂവ്സ്, 12 മേജർ പോർട്സുകള്, 12 മേജർ പോർട്സുകള്, 185 മൈനർ പോർട്സുകള്, 185 മൈനർ പോർട്സ്. ദെൻ ഈ ഏരിയാസില് ഇത്രയും കോസ്റ്റ് ഇനി ശ്രദ്ധിച്ചോളണേ. ഇത്രയും ഈ 7,500 കിലോമീറ്റർ എന്ന് പറയുന്ന ഈ കോസ്റ്റൽ ഏരിയാസിൽ ഏകദേശം 3,600 ഫിഷിംഗ് വില്ലേജസുകളുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ വെരി ഗുഡ്, വെരി ഗുഡ് നന്ദു, വെരി ഗുഡ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ CRZ എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് CRZ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് അല്ലേ? മത്സ്യമേഖലയിൽ ഉൾപ്പെടുന്നവരും തദ്ദേശവാസികളുടെയും ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുകയും സമുദ്ര തീരത്തെ കോസ്റ്റ് ലൈൻ ഏരിയയെ പരിപാലിക്കുകയും ചെയ്യുക. സമുദ്ര തീരത്തിന്റെയും കോസ്റ്റ് ലൈൻ ഏരിയയുടെയും സമുദ്രത്തിന്റെയും സീയുടെയും അതിന്റെ പരിസ്ഥിതി, അതിന്റെ ഇക്കോസിസ്റ്റത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പൊ ഈ പ്രദേശങ്ങളിലെല്ലാം ഈ വെസ്റ്റ് ഈസ്റ്റ് കോസ്റ്റ് ലൈൻ ഏരിയയിലെല്ലാം
കംപ്ലീറ്റ് ആയിട്ട് ഇടതിങ്ങി, അതായത് അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സമീപസ്ഥങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നത് നമ്മുടെ ഈ മോളിൽ ഞാൻ പറഞ്ഞ ഈ 3600ഓളം വരുന്ന ഫിഷിംഗ് വില്ലേജസുകളായിരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമങ്ങളായിരിക്കും. മത്സ്യ ഗ്രാമങ്ങളായിരിക്കും അടുത്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. ല്ലേ? ഇവിടെയൊക്കെ കാണപ്പെടുന്ന ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അടുത്ത പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നത് മത്സ്യത്തൊഴിലാളികളായിരിക്കും. അതിന്റെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് മറ്റുള്ളവരുമാവും. അല്ലേ? തൊട്ട് ബാക്കിലോട്ട് വരുന്ന പ്രദേശങ്ങളില് ചിലപ്പോൾ നമ്മുടെ സിറ്റി ആയിരിക്കാം, മുനിസിപ്പൽ ഏരിയ ആയിരിക്കാം, എന്ത് വേണോ ആവാം. അല്ലേ? അങ്ങനെയുള്ള പ്രദേശങ്ങളായിരിക്കാം ബാക്കി ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇതാണ് സമുദ്ര തീരത്ത് നിന്നും തിരയടിക്കുന്ന അതൊരു ഹൈ ടൈഡ്, അല്ലേ? വേലിയിറക്കമല്ല, വേലിയേറ്റം ഏതറ്റം വരെ തിരയടിക്കുന്നോ അവിടെ നിന്ന് 500 മീറ്റർ ദൂരത്തിലുള്ള കരഭാഗം, അതാണ് നമ്മുടെ CRZ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ CRZനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് CRZs? പ്രധാനമായിട്ടും നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പഠിച്ചാൽ മതി. പക്ഷേ ഇവിടെ നിന്നൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിന്റെ കുറച്ച് പഠിക്കുകയും കൂടി വേണം. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും കോസ്റ്റൽ സോൺ റെഗുലേഷൻസിനെ കുറിച്ച്, അല്ലെ, CRZ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദ 4 ടൈപ്സ് ഓഫ് കോസ്റ്റൽ റെഗുലേഷൻ സോൺസ്? പ്രധാനമായിട്ടും കോസ്റ്റൽ റെഗുലേഷൻ സോൺസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള, ഓക്കെ, 4 തരത്തിലുള്ള കോസ്റ്റൽ സോണുകളാണുള്ളത്, അല്ലെങ്കിൽ കോസ്റ്റൽ റെഗുലേഷൻ സോണുകളാണുള്ളത്. ഒന്ന് CRZ1. First one is the CRZ1. Second one is the CRZ2. Third one is the CRZ3. ഓക്കെ, CRZ3. ഇനി ഫോർത്ത് എന്ന് പറയുന്നത് CRZ4 ആണ്. അതിന്റെ പിരിവുകളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പം അടിസ്ഥാനപരമായിട്ട് പറയുമ്പോഴത്തേക്ക് CRZ1, CRZ1, RZ1 ഉണ്ട്, CRZ2 ഉണ്ട്, CRZ3 ഉണ്ട്, CRZ4 ഉണ്ട്. ഇങ്ങനെ 4 കോസ്റ്റൽ സോണുകളാണ് പ്രധാനമായിട്ടും മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അതാ അപ്പം ഓക്കെ, അപ്പൊ ഈ 4 തരത്തിലുള്ള കോസ്റ്റൽ സോണിനെ പറ്റിയും അതിന്റെ പിരിവുകളെ കുറിച്ചുമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠന വിഷയമാക്കേണ്ടത്. അതായത് ഈ ഓരോ കോസ്റ്റൽ സോണിനും CRZ1, CRZ1A, CRZ1B അങ്ങനെ 2 പിരിവുകളുണ്ട്. ഇതിന് 2 പിരിവുകളുണ്ട്. ഇതിന് 2 പിരിവുകളുണ്ട്. ഇതിന് 2 സബ് പാർട്സ് ഉണ്ട്. ഇതിന് 2 സബ് പാർട്സ് ഉണ്ട്. CRZ1A ആൻഡ് B, CRZ2A ആൻഡ് B, CRZ3A ആൻഡ് B, CRZ4A ആൻഡ് B. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പിരിവുകളും കൂടി ഈ കോസ്റ്റൽ സോൺ റീജിയനുകൾക്കുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, അതും കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ അതിനുവേണ്ടി ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പഠിക്കുമ്പോഴത്തേക്ക് ഈ കോസ്റ്റൽ ഏരിയ ഞാൻ ഈ പറഞ്ഞ 4 ആദ്യം നിങ്ങൾ ഇത് വിട്ടിരിക്കൂ. ABCD എന്നുള്ളത് വിട്ടിരിക്കൂ. 4 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കൂ. 4 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കൂ. ഇനി അത് മലയാളത്തില് മനസ്സിലാകാത്തവർക്ക് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അടുത്ത ലെവലിലേക്ക് ഞാൻ പോകാം. ഓക്കെ, ഏരിയ, ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിസ്ഥിതികമായിട്ട് പ്രാധാന്യമുള്ള പ്രദേശങ്ങളും ഏരിയയിലായിട്ടും പ്രധാനമായിട്ടും വേലിയിറക്ക മേഖലകൾ ഉണ്ടാകുന്നത് അതിനിടയിലുള്ള പ്രദേശം. അതാണ് CRZ1. CRZ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരദേശ മേഖല വരെയോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ആ തീരദേശ മേഖലയോട് അനുബന്ധിച്ചിട്ടുള്ള, അതായത് അർബൻ ഡെവലപ്ഡ് ഏരിയ അപ് ടു ദ ഷോർ ലൈൻ ഓഫ് ദ കോസ്റ്റ്, അതായത് നമ്മുടെ ഷോർ ലൈനിൽ നിന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റി വരെയൊക്കെ കിടക്കുന്ന ആ പ്രദേശങ്ങൾ, അതാണ് CRZ2 എന്ന് പറയുന്നത്. CRZ3 എന്ന് പറയുന്നത് റൂറൽ ആൻഡ് അർബൻ ഏരിയ വിച്ച് ഫാൾ ഔട്ട്സൈഡ് CR1 ആൻഡ് CR2 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CR3 എന്ന് പറയുന്നത് ഈ 1ഉം 2ഉം മേഖലകൾക്ക് ഇടയിൽ ഉൾപ്പെട്ടതും എന്നാൽ ഉൾപ്രദേശങ്ങളിലെ തീരദേശ മേഖല ഉൾപ്പെടുന്നതും. ഓക്കെ, അതായത് കൃത്യമായിട്ട്
വികസന പ്രവർത്തനങ്ങളൊന്നും അവിടെ നടന്നിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം അവിടെ ഫ്ലാറ്റും വീടൊന്നും കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എറണാകുളത്തെ ഫ്ലാറ്റൊക്കെ പൊളിച്ചു കളഞ്ഞത്. അങ്ങനെയുള്ള പ്രദേശങ്ങള്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. അത് വിശദീകരിക്കാൻ മനസ്സിലാവും. നാലാമത്തേതെന്ന് പറയുന്നത് എന്താണ് സിആർഇസെഡ് 4. സിആർഇസെഡ് 4 ഒരു 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 ടെറിട്ടോറിയൽ ലൈൻ എന്ന് പറയും. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഈ ഹൈ ടൈഡൽ ലൈൻ മുതല് ഏകദേശം ഒരു 12 നോട്ടിക്കൽ മൈൽ അതിനെയാണ് നമ്മള് ആക്ച്വലി നേരത്തെ പറഞ്ഞ ഇഇസെഡ് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി അവിടെ പറയും നമ്മള് പിന്നീട്. ഇഇസെഡ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്ന അതിനെക്കുറിച്ച് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. അതായത് നമ്മുടെ തിര വന്ന് അടിക്കുന്ന ഏറ്റവും ഹൈ ടൈഡ് വന്ന് അടിക്കുന്ന ആ മേഖല മുതല് ഏകദേശം 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശങ്ങള്. അത്രയുള്ള പ്രദേശങ്ങൾ. അതിനെയാണ് നമ്മളെ ടെറിട്ടോറിയൽ ഏരിയ. അതിലൂടെയൊക്കെയാണ് കപ്പലൊക്കെ പോകുന്നത്. കപ്പൽ ചാനലൊക്കെ ഉള്ളത്. ഓക്കെ. അതിനെപ്പറ്റി ഈ സെറ്റിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ആ ഒരു ഏരിയ അതാണ് സിആർഇസെഡ് 4 എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മളിവിടെ പഠന വിഷയമാക്കേണ്ടുന്ന കാര്യങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാന് പറയാൻ പോകുന്നത്. അത് പറയുമ്പോൾ 1, 2 ഫാക്ട്സും കൂടി ഇവിടെ നിങ്ങളടുത്ത് പറയണം. പറയാതെ നിവർത്തിയില്ല. അതും കൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് പോവാം. സിആർഇസെഡ് 1, 2ലേക്ക് പോവാം. ഓക്കെ. അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ. അത് പറയാം. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. അതായത് അതായത് നമ്മള് പറയും നമ്മള് പഠിക്കുമ്പോൾ പറയും ദ കോസ്റ്റൽ ഏരിയാസ് അല്ലെങ്കിൽ ഈ ഈ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവരൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടേം പറയാറുണ്ട്. ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് നമ്മളീ കാണപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഈ കോസ്റ്റൽ ഏരിയാസ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയാസ് ആർ ദി കോട്ടോൺ ഏരിയ. ദീസ് കോസ്റ്റൽ ഏരിയാസ് വെസ്റ്റ് കോസ്റ്റ് ഏരിയ ആയിക്കോട്ടെ, വെസ്റ്റ് കോസ്റ്റൽ ലൈൻ ആയിക്കോട്ടെ, ഈസ്റ്റ് കോസ്റ്റ് റേഞ്ച് ആയിക്കോട്ടെ, ഏരിയ ആയിക്കോട്ടെ, ഈസ്റ്റ് കോസ്റ്റൽ ലൈൻ ആയിക്കോട്ടെ, ദീസ് ടോട്ടൽ 7500 ഏരിയാസ് അത്രയും ഏരിയാസ് വിസ്തൃതിയുള്ള ആ തീരപ്രദേശങ്ങൾ എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയാസ് ആർ ഇക്കോട്ടോൺ ഏരിയാസ്. ഇക്കോട്ടോൺ ഏരിയാസ് ഇക്കോട്ടോൺ ഏരിയാസ് ഇക്കോട്ടോൺ ഏരിയാസ് എന്ന് വിളിക്കും. കോസ്റ്റൽ ഏരിയാസ് എന്ന് പറയുന്നത് ഇക്കോട്ടോൺ ഏരിയാസ് ആണ്. പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. ഇക്കോട്ടോൺ ഏരിയാസ്. ഇക്കോട്ടോൺ നമ്മൾ ഇക്കോളജിയിലൊക്കെ പലരും പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഇക്കോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് there is a transition between terrestrial area and water body എന്ന് പറയും. transition there is a transition between terrestrial area and terrestrial terrestrial area and terrestrial area and വാട്ടർ ബോഡി എന്നാ പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, പഠിച്ചിട്ടുള്ള നിങ്ങൾ എഡ്ജ് ഇഫക്റ്റ് ഒക്കെ പഠിച്ച് പാസ്സായിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ ഇക്കോട്ടോൺ ഏരിയയെ കുറിച്ച് പറയുമ്പോൾ കോസ്റ്റ് ലൈൻ ഏരിയാസ് ആർ കോസ്റ്റൽ ഏരിയ. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു വാക്ക് പറഞ്ഞു, ട്രാൻസിഷൻ എന്നുള്ള ഒരു ടേം പറഞ്ഞു. ട്രാൻസിഷൻ ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ് മീൻസ് ദ കോസ്റ്റ് ലൈൻ ഏരിയാസ് ആർ ട്രാൻസിഷൻ സോൺ. അങ്ങനെ വിളിക്കാം. ഇക്കോട്ടോൺ ഏരിയ എന്ന് വിളിക്കുന്ന പോലെ തന്നെ ദ കോസ്റ്റ് ലൈൻ ഏരിയാസ് ആർ ട്രാൻസിഷൻ സോൺ എന്ന് വിളിക്കാം. ട്രാൻസിഷൻ സോൺ. കോസ്റ്റ് ലൈൻ ഏരിയാസ് ആർ ട്രാൻസിഷണൽ സോൺ. അപ്പൊ കോസ്റ്റ് ലൈൻ ഏരിയാസിനെ ട്രാൻസിഷണൽ സോൺ എന്ന് വിളിക്കാം, ഇക്കോട്ടോൺ ഏരിയ എന്ന് വിളിക്കാം അല്ലേ? അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ജംഗ്ഷൻ സോൺ എന്ന് വിളിക്കാം. ഇറ്റ്സ് എ ജംഗ്ഷൻ സോൺ ഇങ്ങനെയുള്ള പേരിലും വിളിക്കാം. ജംഗ്ഷൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോട്ടോൺ ഇക്കോട്ടോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഇക്കോട്ടോൺ ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷണൽ സോൺ അല്ലെങ്കിൽ ജംഗ്ഷൻ സോൺ. വാട്ട് ഈസ് ഇക്കോട്ടോൺ ഏരിയ? ഇക്കോട്ടോൺ ഏരിയ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും പിടികിട്ടി കാണത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രാൻസിഷൻ ബിറ്റ്വീൻ ടെറസ്ട്രിയൽ ഏരിയ ആൻഡ് വാട്ടർ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാൻസിഷണൽ സോൺ ഓർ ദ ജംഗ്ഷൻ സോൺ ആക്ട് ആസ് എ ബൗണ്ടറി ബിറ്റ്വീൻ ടു ഇക്കോസിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ചിത്രത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഇക്കോട്ടോൺ ഒരു കുഞ്ഞു ചിത്രത്തിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. വാട്ട് ഈസ് ഇക്കോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. വലിച്ചുവാരി പറയുന്നും വേണ്ട. ക്വസ്റ്റ്യൻ പലരും ചോദിക്കാം.
ഒരു ഏരിയ. ഒരു ഏരിയ ആണ്. ദെൻ ഏരിയ, ഏരിയ, ഇതാണ് ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ. അപ്പൊ ഇതിനെ നമ്മള് ഇറ്റ്സ് എ ഫോറസ്റ്റ് ഏരിയ. പച്ച നമ്മൾ ഫോറസ്റ്റ് എന്ന് കൊടുക്കും. മഞ്ഞയ്ക്ക് നമ്മളൊരു ഗ്രാസ് ലാൻഡ് എന്ന് കൊടുക്കും. ഗ്രാസ് ലാൻഡ് ആണ്. ഓക്കെ. ഈ ഗ്രാസ് ലാൻഡിനും ഫോറസ്റ്റിനും ഇടയിലുള്ള ഈ ഏരിയയെ വിളിക്കുന്ന പേരാണ് ദിസ് ഈസ് നോൺ ആസ് കോട്ടോൺ. അതായത് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ടെറസ്ട്രിയൽ ഏരിയാസ് ആൻഡ് വാട്ടർ ബോഡി. ദിസ് ഈസ് ദ വാട്ടർ ബോഡി. ഒരു വാട്ടർ ബോഡിയാണ്. ഇവിടെ ഒരു ടെറസ്ട്രിയൽ ഏരിയ ഉണ്ട്, ഫോറസ്റ്റ്. ഇവിടെ ഒരു ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഭാഗം എന്നാണ് മനസ്സിലാക്കേണ്ടത്. കരയാണ്, കര. അക്വാട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം. ഓക്കെ. അപ്പം ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കരയാണ്, ഗ്രാസ് ലാൻഡ് കരയാണ്. അതിന്റെ ഇടയ്ക്കുള്ള ഈ അരുവി, ദാറ്റ് ഈസ് ഇക്കോട്ടോൺ. അങ്ങനെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഇക്കോട്ടോൺ എന്ന് വിളിക്കുന്നത്. ഇക്കോട്ടോൺ. അതായത് സംടൈംസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു ഇക്കോസിസ്റ്റംസ്. Sometimes ecotones, the boundary between two ecosystems. This water body is the boundary between two ecosystems. One is the forest ecosystems, another one is the grassland ecosystems. അങ്ങനെ എന്താണ് രണ്ട് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം ഇടയിലേക്ക് എന്താണ് ഒരു ബൗണ്ടറി കൊണ്ടുവരുന്ന ഒരാള്, അല്ലേ? മേ വെരി sharp such as on between a forest and lake and forest and grassland. ഓക്കെ. ഇങ്ങനെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്കോട്ടോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇക്കോട്ടോൺ എന്ന് പറയുന്നത് എന്താണെന്ന് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇക്കോട്ടോൺ ഏരിയ. അപ്പം ഈ ട്രാൻസിഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി ഇറ്റ് ഈസ് എ ഇതാണ് ഒരു ട്രാൻസിഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള രണ്ട് ടെറസ്ട്രിയൽ ഏരിയകൾ തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ. അപ്പം ഈ ഹോൾ കോസ്റ്റ് ലൈൻ ഏരിയാസ് ആർ ഇക്കോട്ടോൺ ഏരിയ ഓർ ദി ട്രാൻസിഷണൽ സോൺ ഓർ ദി ജംഗ്ഷൻ ടോൺ. വാട്ട് ആർ ദേ? ദ ഇക്കോട്ടോൺ ഏരിയ ഓർ ദി ട്രാൻസിഷണൽ സോൺ ഓർ ദി ജംഗ്ഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ടെറസ്ട്രിയൽ ഏരിയ ആൻഡ് വാട്ടർ ബോഡി. ടെറസ്ട്രിയൽ ഏരിയാസ് ആൻഡ് വാട്ടർ ബോഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സംടൈംസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു ecosystems may be very sharp such as on between a forest and a lake, on between a forest and grassland. gradual ആയിട്ടുള്ള ഏത് രീതിയിലാണ് വരാം. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ടെറസ്ട്രിയൽ ഏരിയയിൽ ഇടയിൽ വരുന്ന ആ വാട്ടർ ബോഡി ഏരിയസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്കോട്ടോൺ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കോസ്റ്റ് ലൈൻ ഏരിയാസും എന്താണ് ഒരു ഇക്കോട്ടോൺ എന്ന് അറിയിക്കുക. ദ ഇക്കോട്ടോൺസ് ആർ യൂഷ്വലി നമ്മൾ വിളിക്കും. ദീസ് ഇക്കോട്ടോൺസ് ആർ യൂഷ്വലി എന്താണ് എന്താ പറയാ ഹോട്ട്സ്പോട്ട് ബയോഡൈവേഴ്സിറ്റി ഇല്ലേ? ഈ ഇക്കോട്ടോൺസ് എന്ന് പറയുന്നത് ഒരു ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും. അത് എൻവയോൺമെന്റൽ ബയോളജി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അല്ലേ? ഈ ഇക്കോട്ടോൺ ഏരിയ എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കും? ഹോട്ട്സ്പോട്ട് ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും. എക്സാമ്പിൾ, ദിസ് ഏരിയ ഹാവ് ലോട്ട്സ് ഓഫ് പ്ലാന്റ്സ്, ലോട്ട്സ് ഓഫ് ആനിമൽസ്, ലോട്ട്സ് ഓഫ് കോറൽ റീഫ്സ്, ലോട്ട്സ് ഓഫ് അതർ ടൈപ്പ് ഓഫ് ബേർഡ്സ് എക്സെട്ര ആർ ദേർ. അല്ലേ? ഒരുപാട് ജീവജാലങ്ങളുടെ ഇക്കോസിസ്റ്റംസ് കൊണ്ടാടുന്ന ഒരു പ്രദേശമായിരിക്കും ഞാൻ ഈ പറഞ്ഞ ഈ ഇക്കോട്ടോൺ എന്ന് പറയുന്നത്. ഈ വാട്ടർ ബോഡി എന്ന് പറയുന്നത് ഈ വാട്ടർ ബോഡിയുമായിട്ട് ചേർന്ന് വരുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മാംഗ്രൂവ്സ്, മാർഷി പ്ലേസസ്, അതർ ഏരിയാസ്. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് ഫിഷസ്, ഒരുപാട് ആംഫീബിയൻസ്, ഒരുപാട് റെപ്റ്റൈൽസ്, ലൈക്ക് കോമൺലി വി കോൾഡ് ആനിമൽസ്, ലാർജ് നമ്പർ ഓഫ് ആനിമൽസ്, വെറൈറ്റി ഓഫ് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ്, large number of coral reefs are there. So this area, this ecotone area, this junction zones, this transition zones are also called വിളിക്കും that is a hotspot biodiversity എന്നും commonly നമ്മൾ വിളിക്കാറുണ്ട്. And are become
അതുകൊണ്ട് തന്നെ ഈ ഏരിയാസ്, ഈ ഇക്കോട്ടോൺ ഏരിയാസ്, അതായത് നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയാസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ കൺസർവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കം എ വെരി വെരി ഇമ്പോർട്ടന്റ്, അല്ലേ? വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇത്തരം ഏരിയകളെ എന്താണ് കൺസർവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൺസർവ് ചെയ്യുക, സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദർ ആർ മെനി പീപ്പിൾസ് ഹു ആർ ലിവിങ്, അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് ഡിപ്പെൻഡ് ഓൺ ദീസ് ഏരിയാസ്, ലൈക്ക് ദേ ആർ മോസ്റ്റ്ലി, നമ്മൾ പറഞ്ഞു, ദേ ആർ മോസ്റ്റ്ലി ഫിഷർമാൻസ്, അല്ലേ? 3,600 fishing villages are there in these areas, these ecotone areas, these transitional zones, these junction zones, അല്ലേ? ഈ കോസ്റ്റൽ ഏരിയാസിൽ ഇത്രത്തോളം ഇത്രത്തോളം സംഭവങ്ങൾ ഉണ്ടെങ്കിലും, നമ്മൾ പറഞ്ഞ ഇത്രത്തോളം സംഭവങ്ങൾ ഉണ്ടെങ്കിലും, ഇവിടെയൊക്കെ ധാരാളം മനുഷ്യജീവിതങ്ങൾ, ഫിഷർമാൻസ്, അല്ലേ, മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട്, അല്ലേ? അവരുമുണ്ട്. സോ ദീസ് ഏരിയാസ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പറയും ടു കൺസർവ് ദീസ് ഏരിയാസ്, അല്ലേ? ഈ ഏരിയാസ് നമ്മൾ ഫ്ലാറ്റ് ഉണ്ടാക്കിയും, അല്ലെങ്കിൽ മറ്റ് കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കിയും, അവിടെ ഇടിച്ചു നിരത്തിയും, മലകൾ ഇടിച്ചു നിരത്തിയും, കുന്നുകൾ ഇടിച്ചു നിരത്തിയും അവിടെ നിലംപരിശാക്കാൻ ഒരിക്കലും സമ്മതിച്ചുകൂടാ. കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് എന്താണ്, എന്താണ്ടേ എന്താണ്, ഈ ഏരിയയെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ സം നമ്പർ ഓഫ് ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾസ് ആർ ദെയർ ലിവിങ്, ലൈവ്ലിഹുഡ്സ് ദെയർ, എവറിഡേ ലൈഫ്. അബൌട്ട് 3,600 ഫിഷിംഗ് വില്ലേജസ് ആർ ദെയർ. നമ്പേഴ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് അല്ല, വില്ലേജസ് 3,600ഓളം വില്ലേജസ് ഉണ്ട് ഈ 7,500 കിലോമീറ്റേഴ്സിനുള്ളിലാക്കി. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ധാരാളം എന്തുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ, അല്ലേ? എൻവയോൺമെന്റൽ ഹസാർഡ്സ് അവിടെ വരും. ലൈക്ക് സുനാമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസുകൾ ഈ പ്രദേശങ്ങളിലേക്ക് വന്നു ചേരും. അവിടുത്തെ ആൾക്കാർക്ക്, അവിടുത്തെ ഇക്കോട്ടോണിന് നിലനിൽപ്പില്ലാതായി മാറും. അതുകൊണ്ടാണ് ഈ ഏരിയാസിനെ, ഈ ഇത്തരത്തിലുള്ള ഈ ഏരിയാസിനെ എന്താണ് കൺസർവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിക്കോസ് ഓഫ് വിച്ച് എന്താണ് അണ്ടർ എന്താ പറയാ ദിസ് ഏരിയാസ്, ദിസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്സ് ആർ എന്താണ് ഡെവലപ്ഡ്. ദാറ്റ് ഈസ് ദ CRZ സോൺ റെഗുലേഷൻ ആക്ട്. ഓക്കെ, ഓക്കെ, ബീങ് സെറ്റപ്പ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഏരിയയെ സംരക്ഷിച്ച് നിർത്തേണ്ടതിന്റെ ആവശ്യകത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കോസ്റ്റൽ റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നൗ യു ഹാവ് ടു ഫസ്റ്റ് ഓൺ, നമ്മൾ പറഞ്ഞു ഇതാണ് ഫസ്റ്റ് ഓൺ വി put forward in 1991, and then which was later on changed into 2011 January 6th, Ministry of Environment and Forest, then after further changed into 2018, and what we follow now 2019 എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, അല്ലേ? ഓക്കെ, അപ്പം അതിന്റെ ആ 2019 റെഗുലേഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നത്, CRZs ആർ മേജർലി ഡിവൈഡ് ഇൻറ്റു 4 സോൺസ്: CRZ1, CRZ2, and CRZ3, and CRZ4. CRZ4 ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് നമ്മൾ CRZനെ തിരിച്ചിരിക്കുന്നു, അല്ലേ? ഈ 4 മേജർലി കാറ്റഗറീസിനെ, അല്ലേ, ഫർദർ ഡിവൈഡ് ഇൻറ്റു സബ് കാറ്റഗറീസ് ലൈക്ക് എ ആൻഡ് ബി. അതാണ് ഞാൻ പറഞ്ഞത്. CRZ on A, CRZ on B, CRZ on A, CRZ on B, CRZ2A, CRZ2B, CRZ3A, CRZ3B, CRZ4A, and CRZ4B. Okay, but there are CRZ is divided into mainly majorly in 4 zones. Are these further divided into subcategories like A and B. Let us try to understand what these zones. First, there is something called ചിത്രങ്ങൾ. എല്ലാവർക്കും കാണാമൂടെ? ക്ലാരിറ്റി ഉണ്ടോ? ഡൗൺലോഡ് ചെയ്ത് ഉണ്ടോ ഇതില്? ഉണ്ടോ ഇതില്? അല്ലേ?
അപ്പൊ അങ്ങനെ ആ CRZ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ദ കോസ്റ്റൽ റെഗുലേഷൻ സോണിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ദേർ ഈസ് എ സംതിങ് കോൾഡ് LTL ആൻഡ് HTL. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. LTL, എൽ എൽ ആൻഡ് HL. LTL ആൻഡ് HTL. ലോ ടൈഡൽ ലൈൻ ആൻഡ് ഹൈ ടൈഡൽ ലൈൻ. നമ്മുടെ വേലിയേറ്റവും വേലിയിറക്കവും എന്ന് പറയുന്ന ഒരു കാര്യം. വേലിയേറ്റവും വേലിയിറക്കവും എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഓക്കെ, ഓക്കെ നന്ദു, ഓക്കെ നന്ദു, ഓക്കെ. ലോ ടൈഡ് ലൈൻ ആൻഡ് ഹൈ ടൈഡ്. അപ്പൊ നിങ്ങളെല്ലാവരും കടൽക്കരയിൽ പോയിട്ടുണ്ടല്ലോ. എല്ലാവരും പോയിട്ടുണ്ടെന്ന് അറിയാം. പോയിട്ടില്ലാത്തവരാരും കാണത്തില്ല. അപ്പൊ നമ്മൾ കടൽക്കരയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മള് ഷോർ ലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരേപോലെയല്ല. അല്ലേ? ബിക്കോസ് ദെർ ഈസ് ഹാവിങ് ഹൈ ടൈഡൽ ലൈൻ ആൻഡ് ലോ ടൈ അതായത് വേലിയേറ്റം, ലോ ടൈഡൽ ലൈൻ ഇങ്ങനെയുള്ള ല്ലേ ലോ ടൈഡൽ ഏരിയാസ് ഉണ്ടാകുന്നുണ്ട്. ല്ലേ? അതായത് വേലി ഇറക്കം വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. എൻഡ് ചെയ്യും. ഈ വലിയ തിരയടിക്കുകയാണെങ്കിൽ ഇവിടേക്ക് കേറും. ല്ലേ? ഹൈ ടൈഡൽ ലൈനും ഉണ്ടാവും. ഓക്കെ. ഏരിയ. ഓക്കെ. റെഡി? റെഡി? ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ഈ വേലിയേറ്റവും ഈ വേലിയിറക്കവും ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഒരു ലോ ടൈഡൽ ആയിട്ടുള്ള ലൈനും ലോ ടൈഡൽ ലൈനും ഹൈ ടൈഡൽ ലൈനും ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ മൂവ്മെന്റ്സ് ഓഫ് സം സെലസ്റ്റിയൽ ബോഡീസ് ലൈക്ക് സൺസ് എക്സെട്ര എക്സെട്ര അല്ലേ? സോറി, മൂൺസ് എക്സെട്ര അല്ലേ? നമ്മള് പഠിക്കും. കറുത്ത വാവും, വെളുത്ത വാവും, വേലിയേറ്റവും മൂന്ന് സെലസ്റ്റിയൽ ബോഡീസ് എന്നൊക്കെ പറഞ്ഞതാണല്ലോ. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്. അപ്പം അതില് ലോ ടൈഡ് ഉണ്ടാകാറുണ്ട്. ഈ വേലിയിറക്ക സമയത്തുണ്ടാകുന്ന ലോ ടൈഡലായിട്ടുള്ള ഏരിയ ഉണ്ടാകാറുണ്ട്. ഹൈ ടൈഡലായിട്ടുള്ള ഏരിയ ഉണ്ടാകാറുണ്ട്. ഓക്കെ. ഹൈ ടൈഡലായിട്ടുള്ള ഏരിയ ഉണ്ട്. വെൻ there is a low tide, the short line is moved towards the sea. ല്ലേ? ലോ ടൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങോട്ടേക്ക് പോകുന്നു. സീയിലേക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ് വെള്ളം. ല്ലേ? ഇങ്ങോട്ടേക്കാണ് വെള്ളം വരുന്നത്. ടുവേഴ്സ് ദ സീ. ടുവേഴ്സ് ദ സീ. വെൻ there is HTL, high tidal line, the shore the shore the shoreline moves towards the land. ല്ലേ? ഹൈ ടൈഡ് വരുമ്പോഴത്തേക്ക് വെള്ളം എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് അടിക്കുന്നു. ഇങ്ങോട്ടേക്ക് വരുന്നു. ഇത്. ഓക്കെ. അപ്പൊ ഈ ലൈൻ എന്ന് പറയുന്നത് ലോ ടൈഡൽ ലൈൻ. ലോ ടൈഡൽ ലൈൻ. ഇതെന്ന് പറയുന്നത് ഹൈ ടൈഡൽ ലൈൻ. ഓക്കെ. ഓക്കെ. അപ്പം when there is a low tide, the shoreline is moved towards the sea, and when there is a high tidal line, the shoreline moves towards the land. ല്ലേ? ഈ ഏരിയാസ് എന്ത് ചെയ്യാം? ഈ ഏരിയാസ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഹൈ ടൈഡൽ ഏരിയ അടിക്കും. ഈ ഹൈ ടൈഡൽ ഏരിയയിൽ നിന്ന് നമ്മൾ പറഞ്ഞ ആ 500 മീറ്റർ ഇവിടെ നിന്ന് 500 മീറ്റർ വരെയുള്ള ഏരിയ. ഈ 500 മീറ്റർ വരെയുള്ള ഈ ഏരിയയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇതെന്ന് CRZ എന്ന് വിളിക്കുന്നത്. CRZ എന്ന് വിളിക്കുന്നത്. CRZ. CRZ എന്ന് വിളിക്കുന്നത്. മനസ്സിലായ? അതായത് ഹൈ ടൈഡൽ എവിടം വരെ തിരയടിച്ചു കയറുന്നു? എവിടം വരെയാണ് തിരയെത്തുന്നത്? ല്ലേ? ഏത് ഏരിയ വരെയാണ് തിരയെത്തുന്നത്? ആ പ്രദേശത്തെയാണ് ആ പ്രദേശം മുതല്, ആ ഏരിയ മുതൽ അതായത് ഹൈ ടൈഡൽ ലൈൻ വരെ മുതല്, ആ ഹൈ ടൈഡൽ ലൈൻ മുതല് ആ ഹൈ ടൈഡൽ ലൈൻ മുതല് 500 മീറ്റർ വരെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത്? CRZ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ 4 സോണുകളായിട്ട് മെയിൻലി 4 സോണുകളായിട്ട് തിരിക്കുകയും അതിനെ AB എന്ന് പറയുന്ന ഓരോന്നിനും സബ് ഡിവിഷൻസ് കൊടുക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ ഇവിടെ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? റെഡിയാണോ? ഓക്കെ ആണോ? ഇനി നോക്കിക്കോളണേ. ഓക്കെ. അപ്പം ഇങ്ങനെ ഇങ്ങനെ ജലം ഈ കോസ്റ്റ് ലൈനിലേക്ക് ഹൈ ടൈഡൽ ലൈൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ഹൈ ടൈഡൽ ലൈൻ ഉണ്ടാകുന്ന സമയത്ത് ചില ഏരിയാസ് ഒരു പ്രത്യേക ഏരിയയിലായിട്ട് ചെയ്യും കുറേ വെള്ളം വന്ന് കേട്ട് ഒരു പ്രത്യേക ഏരിയ ഒരു സോൺ ഡെവലപ്പ് ചെയ്യും.
ഈ ഒരു സോൺ ഏരിയ വെള്ളം ഇത് നമ്മുടെ തിരയടിച്ച് കയറുന്നതാണ്. അപ്പൊ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയയിലെന്ന് പറയുന്നത് ധാരാളം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാംഗ്രൂവ്സ് ഉണ്ടാവും, മാംഗ്രൂവ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കോറൽ റീഫ്സ് ഉണ്ടാവും. പലതരം മത്സ്യങ്ങളും ആംഫിബിയൻസും റെപ്റ്റൈൽസും ഒക്കെ മുട്ടയിടാനായിട്ട് വരും. എഗ് ലേയിങ്ങിന് വരും. അങ്ങനെ പലതരത്തിലുള്ള ജീവവാസ അല്ലെങ്കിൽ ലൈവ്ലി എക്കോസിസ്റ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് ഈ ഏരിയ മാറ്റപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ഇക്കോ സെൻസിറ്റീവ് സോൺ. ആ ഏരിയ വിളിക്കുന്ന പേരാണ് ഇക്കോ സെൻസിറ്റീവ് ഇക്കോ സെൻസിറ്റീവ് സോൺ എന്ന് വിളിക്കുന്നത്. ഇക്കോ സെൻസിറ്റീവ് സോൺ. ഇക്കോ സെൻസിറ്റീവ് സോൺ. ഓക്കെ. ദാറ്റ് ഇക്കോ സെൻസിറ്റീവ് സോൺ ദാറ്റ് ഇക്കോ സെൻസിറ്റീവ് സോൺ ഏരിയ ഈസ് മാർക്ക്ഡ് ആസ് നമ്മൾ നേരത്തെ പറഞ്ഞ CRZ1A. CRZ1A. 1A. അപ്പൊ എന്താണ് CRZ1A എന്ന് വിളിക്കുന്നത്? എന്താണ് CRZ1A എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത്തരത്തില് ഇത്തരത്തില് ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു ഹൈ ടൈഡൽ ലൈനിൽ നിന്ന്, ഓക്കെ, ഒരു ഹൈ ടൈഡൽ ലൈനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വളരെ എന്താ പറയാ, സെൻസിറ്റീവ് ആയിട്ടുള്ള, അവിടെ ഒരുപാട് മാംഗ്രൂവ്സുകൾ കാണാം, അല്ലെങ്കിൽ ഒരുപാട് പക്ഷിമൃഗാദികൾ കാണാം, ഒരുപാട് മറ്റുള്ള അനിമൽസ് കാണാം. അതൊക്കെ ഒക്കുപ്പൈ ചെയ്യുന്ന ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്കോ സെൻസിറ്റീവ് സോൺ ഓർ ദ CRZ1A. CRZ1 എന്ന് എന്താണെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ അതിൽ കാണപ്പെടുന്ന CRZ1A എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, CRZ1A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി ഇതാണ് ഇക്കോ സെൻസിറ്റീവ് സോൺ, CRZ1A. ഓക്കെ, ഓക്കെ. ദെൻ ദെൻ നമ്മളിവിടെ കണ്ടു ലോ ടൈഡൽ ലൈനും ഉണ്ട്, ഹൈ ടൈഡൽ ലൈനും ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ. ലോ ടൈഡൽ ലൈനിനും ഹൈ ടൈഡൽ ലൈനിനും ഇടയിലായിട്ടൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഈ പിക്ചറിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഇടയിലുള്ള സ്പേസ്, ആ സ്പേസ്, ഈ സ്പേസ്, അതായത് ഇത് ഹൈ ടൈഡൽ ലൈൻ ആണ്, ഇത് ലോ ടൈഡൽ ലൈൻ ആണ്. അപ്പൊ ഇതിന്റെ ഇടയിലായിട്ടുള്ള സ്പേസ് ഉണ്ട്, ഈ സ്പേസ്, ഇടയിലായിട്ടുള്ള ഈ സ്പേസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർ ടൈഡൽ സോൺ. എന്താണ് അവിടെ എഴുതിയിട്ടുണ്ട്? ഇന്റർ ടൈഡൽ സോൺ, ഇന്റർ ടൈഡൽ സോൺ, ഇന്റർ ടൈഡൽ സോൺ, ഇന്റർ ടൈഡൽ സോൺ, അല്ലെങ്കിൽ CRZ1B. CRZ1B. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതാണ്, വാട്ട് ഈസ് CRZ1A? That is eco-sensitive zone. What is CRZ1B? That is intertidal zone. What is intertidal zone? എന്താണ് എന്താ പറയാ, എന്താണ്? That is the areas, that is the areas lies between, that is the areas lies between high tidal line and low tidal line. ലോ ടൈഡൽ ഏരിയ ലൈനിന്റെയും ഹൈ ടൈഡൽ ലൈനിന്റെയും ഇടയിൽ വരുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർടൈഡൽ സോൺ. ദാറ്റ് ഈസ് CRZ1B. ദാറ്റ് ഈസ് CRZ1B. CRZ1B. ഓക്കെ. അപ്പൊ അത് രണ്ടും, അപ്പൊ CRZ1 നമ്മൾ കഴിഞ്ഞു. CRZ1 എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. വാട്ട് ഈസ് CRZ1 എന്നാണെന്ന്. CRZ1നെ നമ്മൾ രണ്ട് മേഖലകളായിട്ട് തിരിച്ചു. ഒന്ന് ഇക്കോ സെൻസിറ്റീവ് സോൺ. ഫസ്റ്റ് വൺ ഈസ് ദ ഇക്കോ സെൻസിറ്റീവ് സോൺ. അവിടെയാണ് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓക്കുപൈ ലാർജ് നമ്പർ ഓഫ് മാംഗ്രൂവ്സ്, ലാർജ് നമ്പർ ഓഫ് കോറൽ റീഫ്സ്, ലാർജ് നമ്പർ ഓഫ് egg laying animals like fishes, reptiles, apes, etc. etc. are there. That so these areas are very 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 conservative areas, eco-sensitive areas. That areas are also called eco-sensitive zone. That is CRZ1A. Then other areas like എന്താണ്, is the areas between high tidal line and low tidal line. ഹൈ ടൈഡൽ ലൈനിന്റെയും ലോ ടൈഡൽ ലൈനിന്റെയും ഇടയിലുള്ള ആ സ്പേസിനെ, ആ ഏരിയയെ വിളിക്കുന്ന പേരാണ് ഇന്റർ ടൈഡൽ സോൺസ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ദ ഇന്റർ ടൈഡൽ സോൺ. ദിസ് ദ ഇന്റർ ടൈഡൽ സോൺ. നമ്മൾ മുകളിലത്തെ ചിത്രത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ദിസ് ഈസ് ദ ഇന്റർ ടൈഡൽ സോൺ.
ഇതാണ് ഇന്റർസൈഡൽ സോൺ എന്ന് പറയുന്നത് അല്ലേ? ലോ ടൈഡിന്റെയും ഹൈ ടൈഡിന്റെ ഇടയിലുള്ള ദിസ് ഈസ് ദ ഇന്റർടൈഡൽ സോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ ആണോ? റെഡിയാണോ? റെഡിയാണോ അവിടെ? CRZ1 മനസ്സിലായോ? കോഡ് കാര്യങ്ങൾ പറഞ്ഞു. CRZ1 മനസ്സിലായോ? CRZ1 വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? കമന്റ് മീ, കമന്റ് കരോ, കമന്റ്സ് കരോ. कमेंट्स करो. ഓക്കെ ആണല്ലോ? ഇത്രയും ഏരിയാസ് ഓക്കെ ആണല്ലോ? ഇത്രയും പറഞ്ഞ ഏരിയാസ് ഓക്കെ ആണല്ലോ? ഉണ്ട്. ഈ സ്റ്റിമുല, മേരി സ്റ്റിമുല ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങള് നോട്ട്സ് നിങ്ങൾക്ക് ഇട്ട് തരും. എല്ലാ നോട്ട്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫുൾ നോട്ട്സ് നിങ്ങളുടെ എടുക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സ്, അത് 2 ടൈപ്സ് ഓഫ് PDF നോട്ട്സ് ഇടും. ലാർജ് കണ്ടന്റ് ഉള്ള നോട്ട്സും ഉണ്ട്, ടിപ്പിക്കൽ ആയിട്ടുള്ള നോട്ട്സും ഉണ്ട്. പിന്നെ ഈ PPT ഓർ PDF ഫോമായിട്ടുള്ള നോട്ട്സ് ഇട്ട് തരും. കൂടാതെ മൈൻഡ് മാപ്പ് ഉള്ള കാര്യങ്ങൾക്കെല്ലാം മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് അലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുവരെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പല ഏജൻസികളുടെ എക്സാംസ്, ലൈക്ക് കേരള PSC മാത്രമല്ല അതർ PSC, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ലൈക്ക് അങ്ങനെയൊക്കെയുള്ള മേജർ നമ്പർ ഓഫ് എക്സാംസ് ക്വസ്റ്റ്യൻസ് അതെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഇത് കഴിയുമ്പോഴും ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് പോകാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പറയുക. എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ യൂട്യൂബ് ലൈവ് മാത്രമായിരിക്കത്തില്ല, നമ്മുടെ സാധാരണ ഗൂഗിൾ മീറ്റ് ലൈവും ഉണ്ടായിരിക്കും. മാരത്തോണായിട്ട് എടുക്കുന്ന ക്ലാസ്സുകൾ കൂടുതലും യൂട്യൂബിൽ ഇതുപോലെ ലൈവ് സെക്ഷൻസ് ആയിട്ട് വരും. ഇത് നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ ടെലഗ്രാം ചാനലിലും ഫീഡായിട്ട് എടുത്തിട്ടുള്ളവരുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇത് ഓൾറെഡി എന്താണ് ബിൽറ്റ് ആണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്, സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പം അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നമുക്ക് ടൈം ടേബിൾ വരും. ഇത് കണക്ക് തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇട്ട് തരും നിങ്ങൾക്ക്. അതനുസരിച്ച് നിങ്ങൾ കയറുക. ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള പോർഷൻസ് അടുത്ത് നമ്മൾ GRZ2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അതിന്റെ സബ് ക്ലാസ്സുകളുണ്ട്. ദെൻ EZ ഉണ്ട്, CA ഉണ്ട്. ഇത് ആകുമ്പോഴത്തേക്ക് ഇത്രയും ഒരു ടൈം എടുക്കുമ്പോൾ അതും എല്ലാം കൂടെ തീരും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രേ ഇതിന്റെ ആവശ്യമുള്ളൂ. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ മാക്സിമം ഒരു 2 to 3 ചോദ്യങ്ങൾ, അല്ലെങ്കിൽ 2 മാർക്കിനോ 3 മാർക്കിനോ, അത് ഇത്രയും പഠിച്ചാൽ തന്നെ അത്യാവശ്യം കിട്ടിയിരിക്കും, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും, മാർക്ക് നഷ്ടപ്പെടത്തില്ല. ഓക്കെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് ഇതുവരെ ഉള്ളൂ. ബാക്കി നമുക്ക് ക്ലാസ്സിൽ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? ഓക്കെ ആണോ? റെഡിയാണോ? റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു ആൾ, താങ്ക് യു.